എന്തിനാണ് 3 ഭാഷ്യങ്ങളും എഴുതിയത്? ബ്രാക്കറ്റിൽ പ്രസ്ഥാനത്രയം എന്നുണ്ട്. ഇവിടെ സനാതനധർമ്മ സംസ്ഥാപനം അടിസ്ഥാന ശാസ്ത്രത്തെ ഉയർത്തി കാണിക്കുന്നതിലൂടെ നിർവഹിക്കുക എന്നുള്ളതായിരുന്നു ഭാഷ്യകാരൻ്റെ ലക്ഷ്യം. അനാചാരങ്ങളെയോ ദുരാചാരങ്ങളെയോ നീക്കാൻ വേണ്ടി അതത് ആചാരസംഹിത പരിഷ്കരിക്കാനല്ല പോയത്. അഥവാ ദാർശനികർ തമ്മിലുള്ള കലഹങ്ങളെ തീർക്കാൻ ശൈവ വൈഷ്ണവ ശാക്തേയാദി ഭേദത്തിലുള്ള കലഹങ്ങളെ തീർക്കാൻ ഇതിനൊക്കെ ഭഗവാൻ ഭാഷ്യകാരൻ വഴി കണ്ടത് അടിസ്ഥാന ശാസ്ത്രത്തെ പ്രസരിപ്പിക്കുക, അടിസ്ഥാന ശാസ്ത്രത്തിൻ്റെ ആശയത്തെ പ്രചരിപ്പിക്കുക എന്നുള്ളതായിരുന്നു. ആ നിലയ്ക്ക് വേദത്തിൻ്റെ താൽപ്പര്യ നിർണയമായിട്ടാണ് വേദാന്തം നിലകൊള്ളുന്നത്. വേദാന്ത ശബ്ദത്താൽ മുഖ്യമായി ഉപനിഷത്തുക്കളാണ് അർത്ഥമാക്കപ്പെടുന്നത്. ഉപനിഷത്തുക്കൾ അനേകമുണ്ട്. ഓരോ വേദശാഖയ്ക്കും ഒരു ഉപനിഷത്തുണ്ടായിരുന്നു. അങ്ങനെ വരുമ്പോൾ 1180ഓളം വേദശാഖകൾ ഉണ്ടായിരുന്നു. അവയിൽ പ്രധാനപ്പെട്ടതായി പറയപ്പെട്ടത് 108 എണ്ണമാണ്. അവയിലും വെച്ച് പ്രധാനപ്പെട്ടതായി പറയപ്പെട്ടത് 10 എണ്ണമാണ്. ഈ 10 എണ്ണത്തിന് ഭാഷ്യകാരൻ ഭാഷ്യം ചമയ്ക്കാൻ വേണ്ടി ആരംഭിച്ചു. ഉപനിഷത്തുക്കളുടെ വിചാരത്തിനായിക്കൊണ്ടാണ് ബ്രഹ്മസൂത്രങ്ങൾ എഴുതപ്പെട്ടത്. അതുകൊണ്ട് ഉപനിഷത് ഭാഷ്യങ്ങൾ ബ്രഹ്മസൂത്ര ഭാഷ്യത്തോടു കൂടിയേ പൂർത്തിയാവൂ. ഉപനിഷത്തുക്കളുടെ സാരമായിട്ടാണ് സർവാചാര്യന്മാരാലും ഭഗവത്ഗീത മാനിക്കപ്പെട്ടിട്ടുള്ളത്. അഥവാ ശങ്കരാചാര്യരെങ്കിലും അങ്ങനെയാണ് മാനിച്ചത്. അതുകൊണ്ടാണ് ഈ 3നെ ശരിയായി വ്യാഖ്യാനിച്ചാൽ, ഈ 3ൻ്റെ താത്പര്യം ശരിക്ക് വെളിപ്പെടുത്തിയാൽ അതിലൂടെ വൈദിക താത്പര്യം വെളിപ്പെടുത്താൻ സാധിക്കും. ഈ ഒരു കണക്ക് കൂട്ടലാണ് ഭാഷ്യകാരൻ്റെത്. അതുകൊണ്ടാണ് പ്രസ്ഥാനത്രയ ഭാഷ്യം രചിച്ചുകൊണ്ട് അവിടുത്തെ ധർമ്മസംസ്ഥാപന പ്രവർത്തനം ആരംഭിച്ചത്. ഇത് നമുക്ക് സംശയമില്ലാതെ മനസ്സിലാക്കാം. പരന്തപ വാക്കിൻ്റെ അർത്ഥം നേരത്തെ പറഞ്ഞു, അത് വിശദമായി പറഞ്ഞു. 2 തലങ്ങളിൽ പറയാം. ഒന്ന്, പരാൻ താപയതി, പരാൻ പരന്മാരെ, ശത്രുക്കളെ തപിപ്പിക്കുന്നവൻ, ശത്രുക്കളെ നശിപ്പിക്കുന്നവൻ. അഥവാ പരം, പരമായതിനെ, അജ്ഞാനത്തെ തപിപ്പിക്കുന്നവൻ. ഈ 2 അർത്ഥവും പരന്തപ ശബ്ദത്തിന് യോജിക്കും. ഇച്ഛാശക്തി എങ്ങനെ വളർത്തിയെടുക്കാം? ഇതന്നെ മതി, ഇതന്നെ മതി, ഇതന്നെ മതി. ഇച്ഛാശക്തി വളർത്തണം എന്നുള്ള ഇച്ഛ ഉണ്ടായാൽ മതി. അതുള്ളതുകൊണ്ടാണല്ലോ ഈ ചോദ്യം വന്നേ. അത് മതി, വേറൊന്നും വേണ്ട. നമുക്ക് ഏറ്റവും വലിയ ഗുരു നമ്മുടെ ജീവിത അനുഭവങ്ങളാണ്. നമുക്ക് വന്നു ചേരുന്ന അനുഭവങ്ങളെ നല്ലതുപോലെ വിലയിരുത്താൻ പഠിക്കുക. അങ്ങനെ വിലയിരുത്തി നമ്മുടെ ഇന്നത്തെ വർത്തമാനകാലത്തിൻ്റെ കാരണക്കാർ
ഭൂതത്തിലെ നമ്മളാണെന്നും അതുകൊണ്ട് തന്നെ ഭാവിയിലെ നമ്മളെ രൂപപ്പെടുത്തേണ്ടത് വർത്തമാനത്തിലെ നമ്മളാണെന്നും ഉറപ്പിച്ച് മനസ്സിലാക്കുക. ഇന്നത്തെ നമ്മുടെ സങ്കല്പങ്ങളും വാക്കുകളും പ്രവൃത്തികളുമാണ് നാളെയിലെ നമ്മളെ രൂപപ്പെടുത്തുന്നത്. ആ ഒരു കാഴ്ചപ്പാട് ശരിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇച്ഛാശക്തി വളരും. ജീവിതത്തിൽ ഏത് ഘട്ടത്തിലായാലും ഉയർന്ന ഒരു ലക്ഷ്യം ഉണ്ടാവുക എന്നുള്ളത് മുഖ്യമാണ്. ആ ലക്ഷ്യപ്രാപ്തിക്കായിക്കൊണ്ടുള്ള ഇച്ഛ താനേ വരും, ശക്തി ദൃഢമാകും. അതുകൊണ്ട് ജീവിതത്തെ വിലയിരുത്തുക, പാഠങ്ങളെ ഉൾക്കൊള്ളുക, അതുമാത്രം മതി. ബാക്കിയൊക്കെ താനേ ഉണ്ടാവും. ചിദാനന്ദപുരി ഭഗവാനെ പോലുള്ള മഹാത്മാക്കളുടെ ജയന്തി ആഘോഷിക്കപ്പെടേണ്ടതല്ലേ? ചിദാനന്ദപുരി ഭഗവാൻ എന്ന് പറഞ്ഞാൽ സ്വാമി ചിദാനന്ദപുരി എന്നുള്ള ഈ സാധനത്തെയാണോ ഉദ്ദേശിച്ചതെന്നറിയില്ല. ദയവ് ചെയ്ത് എന്നെ ഒരു സാധാരണ മനുഷ്യനായി ജീവിക്കാൻ അനുവദിക്കണേ എന്ന് പ്രാർത്ഥനയേ ഉള്ളൂ. ഒരു സാധാരണ മനുഷ്യനായി ഈ സമൂഹത്തിൽ എല്ലാവരുടെയും കൂടെ ജീവിക്കാൻ അനുവദിക്കണേ. പിടിച്ച് ഭഗവാനാക്കി ഫ്രെയിം ചെയ്യരുതേ. ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ അങ്ങോട്ട്. എന്നിട്ട് മതി ജയന്തിയും സമാധിയൊക്കെ ആഘോഷിക്കുക. കോഴിക്കോട് നമ്മളൊരു പരിപാടിക്ക് പോയതായിരുന്നു. ഒരു യോഗ അസോസിയേഷൻ സംഘടിപ്പിച്ച പരിപാടിയാണ്. സ്പോർട്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സായി ഒരു ഹാളുണ്ട് മാനാഞ്ചിറ മൈതാനത്തിൻ്റെ ഒരു സൈഡിൽ. അവിടെയാണ് പരിപാടി. നമ്മൾ കൃത്യസമയത്തിനെത്തി സ്റ്റേജിലേക്ക് പോകാൻ നോക്കുമ്പം മുകളിൽ ബാനറുണ്ട്, ജഗദ്ഗുരു സ്വാമി ചിദാനന്ദപുരി സ്വാമികൾ, ജഗദ്ഗുരു ചിദാനന്ദപുരി സ്വാമികൾക്ക് സ്വാഗതം. ഞാൻ ആൾക്കൂട്ടത്തിൽ ഇരുന്നിട്ട് പറയാം, ബോർഡ് എടുത്ത് മാറ്റിയാൽ മാത്രമേ ഞാൻ അങ്ങോട്ട് കയറിയിരിക്കൂ. അത് സ്വാമിജിയൊക്കെ ആകുമ്പോൾ നമുക്കൊരു ബഹുമാനമൊക്കെ അവിടെ ഇരിക്കട്ടെ, അതിൻ്റെ ആവശ്യമില്ല. ജഗത്ത് ഒന്നേ ഉള്ളൂ. ജഗദ്ഗുരുക്കന്മാരെ കൊണ്ടൊരു കളിയാണ് നമ്മുടെ നാട്ടിൽ. ജഗത്തൊന്നേ ഉള്ളൂ, ജഗദ്ഗുരുക്കന്മാരെ കൊണ്ടൊരു കളിയാണ്. എത്ര ജഗദ്ഗുരുക്കന്മാർ ഇപ്പം തന്നെ ഉണ്ട്. ഇനി പുതിയൊരു ജഗദ്ഗുരുവും കൂടി അവതരിച്ച കണക്കായി. അല്ല സ്വാമിജി, അതവിടെ നിൽക്കട്ടെ വെച്ചാൽ ഞാനും പോവാണ്. ജഗദ്ഗുരു ചുമരുമ്പൽ ഇരുന്നോട്ടെ, ഞാൻ പോവാണ്. അയ്യോ സ്വാമി പ്രസംഗിക്കണം, ഉദ്ഘാടനം ചെയ്യട്ടെ, എടുത്ത് മാറ്റണം. അപ്പോൾ ഒരാൾ മധ്യസ്ഥമായിട്ട് വന്നു, സ്വാമി കുട്ടികൾ വെച്ചതല്ലേ, അല്ല അതുകൊണ്ടാണ് വലിയ ആൾക്കാർ പറഞ്ഞു കൊടുക്കണതെന്ന് തോന്നുന്നു. നമ്മളൊരു സൈഡിൽ കൂടെ അങ്ങനെ ഉരുണ്ട് അങ്ങനെ പോവുക. പിടിച്ച് ജഗദ്ഗുരു ഒന്നും ആക്കരുത്. എന്താ അത് വെച്ചാൽ കുഴപ്പം? ഇത് കണ്ടിട്ടായിരിക്കും അടുത്ത സംഘാടകൻ അവിടെ ബോർഡ് വെക്കുക. അത് കണ്ടിട്ടായിരിക്കും വേറൊരു സംഘാടകൻ വയ്ക്കുക. ചുരുക്കി പറഞ്ഞാൽ ഒരു മാസം കൊണ്ട് ചിദാനന്ദപുരി സ്വാമി ജഗദ്ഗുരു സ്വാമി ചിദാനന്ദപുരിയാവും. പിന്നെ ജീവിക്കാൻ പറ്റില്ല. നമ്മൾ എല്ലാവരുടെയും കൂടെ, സാധാരണക്കാരുടെ കൂടെ അങ്ങനെ എഴുകി ചേർന്ന് പോകുന്നൊരു മനുഷ്യനാണ്, ഒരു സാധാരണ മനുഷ്യൻ. അതുകൊണ്ട് ദയവ് ചെയ്ത് ഭഗവാനൊന്നും ആക്കരുതേ എന്നൊരു അഭിപ്രായമുണ്ട്. പിന്നെ തമാശയ്ക്ക് ഇവിടെ എല്ലാവരും അന്യോന്യം ഭഗവാൻ എന്ന് വിളിക്കാറുണ്ട്. അത് സത്യസന്ധമായി പറഞ്ഞാൽ ഇവിടെ ഒരു സ്വാമിജി ഉണ്ടായിരുന്നു. അദ്ദേഹം ഗുരുവരാനന്ദ സ്വാമികളുടെ ശിഷ്യനായിരുന്നു. അദ്ദേഹം സ്ഥിരമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാവരെയും ഭഗവാൻ എന്നാണ് വിളിക്കുക, എല്ലാവരെയും ഭഗവാൻ. അപ്പോൾ അതൊരു തമാശയ്ക്ക് അദ്ദേഹത്തെ ഭഗവാൻ എന്ന് വിളിക്കാൻ തുടങ്ങി. അത് പിന്നെ എല്ലാവരും അങ്ങനെ പരസ്പരം പറയാൻ തുടങ്ങി. അങ്ങനെ വന്നതാ. അദ്ദേഹത്തെ കളിയാക്കി എന്ന് പറയരുത് കേട്ടോ, കളിയാക്കിയിട്ടല്ല, അതിനനുകരിച്ചൊരു തമാശയ്ക്ക്, ഒരു തമാശ എന്ന് പറയാം. അല്ലാതെ ഒരു സാധാരണ മനുഷ്യനായിട്ടുള്ള നമ്മളെ പിടിച്ച് ഭഗവാനൊന്നും ആക്കരുത്. അങ്ങനെയുള്ള മഹാത്മാക്കളുടെ ജയന്തി ആഘോഷിക്കപ്പെടേണ്ടതല്ലേ? എന്തിനാപ്പം ആഘോഷിക്കണേ? ആരുടെ ജയന്തി ആഘോഷിക്കണ്ടേ?
ഇവിടെ അടുത്ത് നിങ്ങൾ കൂമുള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അവിടെ കുന്നത്തറ ടെക്സ്റ്റൈൽസ് എന്നൊരു ബോർഡും സ്ഥാപനമൊക്കെ കാണാം. സ്ഥാപനം ഇല്ല, വളരെ കുറച്ചു കാലം അത് നന്നായി പ്രവർത്തിച്ചിട്ടുണ്ട്, പിന്നെ അത് പൊളിഞ്ഞു പോയി. അതായത് അത് പൂട്ടി. രാഷ്ട്രീയക്കാരുടെ പല താല്പര്യങ്ങളും അതിൻ്റെ പിന്നിലുണ്ട്. അതിലുപരിയായിട്ട് അപ്രായോഗികമായൊരു പ്രോജക്റ്റാണത്. കാരണം റോ മെറ്റീരിയൽസ് പുറത്തുനിന്ന് വരണം, മാർക്കറ്റിംഗ് പുറത്തേക്ക് ചെയ്യണം. എന്നാൽ പിന്നെ ഇവിടെ ലേബർ ചാർജ് കുറവാണോ? അതുമല്ല. പിന്നെ എങ്ങനെയാണ് വിജയിക്കുക? ഒന്നുകിൽ ഇവിടെ തന്നെ റോ മെറ്റീരിയൽ ഉണ്ടാവണം, അതില്ല. അല്ലെങ്കിൽ റെഡി മാർക്കറ്റ് ഇവിടെ ഉണ്ടാവണം, അതുമില്ല. അപ്പം അതിൻ്റെ കൂടെ സ്പിന്നിങ്ങും വീവിങ്ങും ഉണ്ടെങ്കിൽ കുറേ രക്ഷപ്പെടും, അതുമില്ല. എല്ലാം ഉണ്ടെങ്കിൽ, അതായത് ഫൈനൽ പ്രോഡക്റ്റ് ആക്കണമെങ്കിൽ വീവിങ് ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, കുറയോ മല്ലോ ഉണ്ടായതുകൊണ്ട് മാത്രം കാര്യമില്ല. അല്ലെങ്കിൽ ചീപ്പ് ലേബർ ആയിരിക്കണം, അതുമല്ല. ഏതായാലും ശരി, അതുകൊണ്ട് തന്നെ ലോക്ക്ഡൗണിലായിരുന്നു മിക്കവാറും സമയത്ത്. അതങ്ങനെ ദ്രവിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇവിടെ അത് അക്വയർ ചെയ്ത സമയത്ത് അതിനുള്ളിൽ ഒരു ക്ഷേത്ര സങ്കേതമുണ്ട്, ഒരു ദേവീ ക്ഷേത്ര സങ്കേതമുണ്ട്. അപ്പോൾ സീതാറാം ടെക്സ്റ്റൈൽസിൽ നിന്ന് ഇവിടുത്തെ ഡെപ്യൂട്ടേഷനായിട്ട് ചെയർമാൻ വന്നു. ആ സമയത്ത് അവിടെ ഒരു അഷ്ടമംഗല പ്രശ്ന വിചാരം നിശ്ചയിച്ചു. അവർ ചെയർമാനും ഒക്കെ കൂടി ഇവിടെ വന്ന് നിർബന്ധമായിട്ട് സ്വാമിജി വരണം. ഓ, ഞാനും വരാവുള്ളൂ. അങ്ങനെ പ്രശ്നത്തിന് 3 ദിവസവും നമ്മളവിടെ കൂടിയിരുന്നു. അപ്പോൾ പ്രശ്നത്തിൻ്റെ 1-ാമത്തെ ദിവസം വെച്ച് ചേർത്തലൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഉച്ച സമയം, ഓർമ്മ ശരിയാണെങ്കിൽ മാർച്ചിലോ ഏപ്രിലോ ആണ് പ്രശ്ന വിചാരം. ഉച്ച സമയം നമ്മൾ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി ഇറങ്ങുക. അവിടുന്ന് കുറച്ചപ്പുറത്താണ് ഷെഡ് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ച് അത് മുട്ട പിടിച്ച ദിവസമാണ്. നല്ല മുട്ടയാണ്, നല്ല തിളങ്ങണ മുട്ട. ഈ പ്രധാന ജ്യോത്സ്യരോ കഷണ്ടിയാണ്, ഒരു രോമവും അദ്ദേഹത്തിൻ്റെ തലയിലില്ല. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാണ്. 2-ാമത്തെ ജ്യോത്സ്യർക്കും ഏകദേശം ഒരു പകുതിയൊക്കെ മുടിയുള്ളൂ, ഒരു പകുതി കഷണ്ടിയാണ്, വട്ടം. അങ്ങനെ ഞങ്ങൾ പുറത്തേക്കണ്ട് ഇറങ്ങിയപ്പോൾ ഈ പ്രധാന ജ്യോത്സ്യർ ചോദിച്ചു, അല്ലോ അവിടുത്തെ നക്ഷത്രം ഏതാ? ഞാനൊന്ന് മുഖത്തേക്ക് നോക്കി. ഒരു വിശദീകരണം ആവശ്യമുണ്ട് എന്നുള്ള മട്ടിൽ മുഖത്തേക്ക് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, അല്ല, ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് ചിദാനന്ദപുരസ്വാമി, എത്രയാ കേട്ടത്. ഞാൻ വിചാരിച്ചത് ഒരു വൃദ്ധനായിരിക്കുന്ന. അപ്പോൾ വളരെ ചെറുപ്പമാണല്ലോ. ഇന്നല്ല കേട്ടോ, കുറേ കൊല്ലം മുമ്പാ. ഇന്നാച്ചാപ്പോൾ അങ്ങനെ പറയില്ല, അത് കുറേ കൊല്ലമായി. എനിക്ക് തോന്നുന്നു 10-25 കൊല്ലമായി ഉണ്ടാവും തോന്നുന്നു. 10-20 കൊല്ലമൊക്കെ എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത്ര കൊല്ലം മുമ്പാണല്ലോ. അപ്പോൾ വളരെ ചെറുപ്പമാണ്. അതുകൊണ്ടാണ് ചോദിക്കണത്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അങ്ങേക്ക് ഏത് നക്ഷത്രമാണ് വേണ്ടത്? ഈ ശരീരം ജനിച്ച നക്ഷത്രമാണോ, അല്ല സന്യാസദീക്ഷ സ്വീകരിച്ച നക്ഷത്രമാണോ, അതല്ല ഇതിനു മുമ്പ് എത്ര ജന്മങ്ങൾ എടുത്തിട്ടുണ്ടോ അതിൻ്റെയൊക്കെ നക്ഷത്രങ്ങൾ ഗണിക്കാൻ സാധിക്കും വെച്ചാൽ അതാണോ, ഏതാണ്, ഏത് നക്ഷത്രമാണ് വേണ്ട? പ്രശ്നമല്ലോ. ഇവർ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകളായി. ഏത് നക്ഷത്രമാണ് പറയേണ്ടത് എന്നുള്ള ആലോചനയായി. ഇവരെന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞു കൊടുക്കാൻ പോകണില്ല, ഉറപ്പിച്ച. ശരീരത്തിൻ്റെതാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ അവരോട് പറയും ഞാൻ സന്യാസിയല്ലേ എന്ന്. സന്യാസത്തിൻ്റെതാണെന്ന് വെച്ചാൽ ഞാൻ പറയും എനിക്ക് കർമ്മഫലാനുഭവം ശരീരത്തിനല്ലേ എന്ന്. രണ്ടായാലും പറയാൻ പോണില്ല എന്ന് നിശ്ചയിച്ചതാണ്. അതുകൊണ്ട് കുറച്ച് മുന്നോട്ട് നടന്നു അവർ. കാരണം വെയിലാണേ, നല്ല മൊട്ട തല, നല്ല വെയിൽ, അവർ കഷണ്ടി തല, നല്ല വെയിൽ, അതിലിങ്ങനെ വിയർത്തൊഴുകുക. എന്തിനാ? അപ്പോൾ ഞാൻ കുറച്ച് മുന്നോട്ട് വന്നു. അവർ തമ്മിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ചോട്ടെ എന്ന് വിചാരിച്ചു. ഒരു ഒഴിവ് അവർക്ക് ചർച്ച ചെയ്യാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നാൽ പിന്നെ നമുക്കത് വേണ്ടാന്ന് വയ്ക്കുക, എന്നാൽ പിന്നെ അതാ നല്ലത്. ഇത് കഥയെല്ലാം ഉണ്ടായതാണ്. അതുകൊണ്ട് ജയന്തി സമാധിയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമുക്കുള്ള പോലെ ഇങ്ങനെയൊക്കെ ജീവിച്ചങ്ങനെ സന്തോഷമായിട്ട് പോവാം. ഇനി ആർക്കെങ്കിലും ആചരിക്കണം വെച്ചാൽ നിങ്ങളുടെ ജന്മദിനം ഏതാണോ അത് ആചരിച്ചോളുക. അതാണ് ചിദാനന്ദപുരസ്വാമിയുടെ ജന്മദിനം എന്ന് മനസ്സിലാക്കിയിട്ട് അതാണ്ട് ആചരിക്കുക. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടാവും, ഇല്ലേ? എല്ലാ നാളും ഉണ്ടാവും.
27 ദിവസവും ജന്മദിനായിക്കോട്ടെ, കുറയ്ക്കണ്ടല്ലോ. എന്തെങ്കിലും ചില്ലാനം ഇവിടെ കൊണ്ടു തന്നാൽ മതി. ശരി. സന്യാസികൾ കാമം, ക്രോധം, ലോഭം, മോഹം എന്നീ വികാരങ്ങളെല്ലാം ഉപേക്ഷിച്ചതാണല്ലോ? അല്ലല്ലോ. എന്നാ പിന്നെ വല്ല പണിയുണ്ടോ? പാരമാർത്ഥിക സന്യാസത്തിൽ കാമക്രോധ ലോഭ മോഹ മത മത്സര്യാദി ഒന്നും തന്നെ ഉണ്ടാവില്ല. പാരമാർത്ഥിക സന്യാസം എന്ന് പറഞ്ഞാൽ കാഷായം ഉടുത്തത് കൊണ്ടോ മുട്ട പിടിച്ചത് കൊണ്ടോ പേര് മാറ്റിയത് കൊണ്ടോ ആവില്ല. ഒരാൾ ബ്രഹ്മചാരി ആയതുകൊണ്ടോ ഗൃഹസ്ഥനായതുകൊണ്ടോ വാനപ്രസ്ഥനായതുകൊണ്ടോ സന്യാസി ആയതുകൊണ്ടോ പാരമാർത്ഥിക സന്യാസി ആണെന്നോ അല്ലെന്നോ പറയാൻ പറ്റില്ല. നമ്മൾ സമൂഹത്തിൽ സന്യാസം എന്ന് പറയുന്നത് ഗുരുനാഥനിൽ നിന്ന് തത്വജ്ഞാനം ഇച്ഛിച്ചുകൊണ്ട് സന്യാസദീക്ഷ സ്വീകരിക്കുന്ന വിവിധിഷാ സന്യാസത്തെയാണ്. വിവിധിഷാ സന്യാസിയെ സംബന്ധിച്ച് തത്വജ്ഞാനം ഇച്ഛിച്ചുകൊണ്ടുള്ള സാധനാക്രമത്തിൽ പ്രവർത്തിക്കുന്നവനാണ്. അതുകൊണ്ട് അയാൾ കാമക്രോധാദികളെ ജയിച്ചെന്നോ ഇല്ലെന്നോ അർത്ഥമില്ല. ആ സാധനാക്രമത്തിൽ മുന്നോട്ട് പോകവേ അയാൾ കാമക്രോധ ലോപമോഹങ്ങളെ ജയിച്ചെന്ന് വരാം, ജയിച്ചില്ലെന്നും വരാം. അതുകൊണ്ട് സന്യാസി ആയതുകൊണ്ട് അയാൾക്ക് കാമം ഉണ്ടാവില്ല, ക്രോധം ഉണ്ടാവില്ല, ലോഭം ഉണ്ടാവില്ല, മോഹം ഉണ്ടാവില്ല, മതം ഉണ്ടാവില്ല, മാത്സര്യം ഉണ്ടാവില്ല എന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അവർക്ക് തെറ്റുപറ്റും. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് ജീവിക്കുന്നവനാണ്. ഒരു പർവ്വതത്തിൻ്റെ നെറുകയിലേക്ക് ആരോഹണം ചെയ്യാൻ നടക്കുന്ന ആൾ പർവ്വതത്തിൻ്റെ ഉപരി എത്തിയ ആളല്ല. എത്താം, എത്താതിരിക്കാം. ചിലപ്പോൾ വഴിയിൽ നിന്ന് മടങ്ങാം, ചിലപ്പോൾ വഴിയിൽ വീണു പോകാം, ചിലപ്പോൾ ആ ഉന്നത്യം കണ്ട് ഭയപ്പെട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ മടങ്ങിക്കൂടൊന്നും ഇല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ എന്തുകൊണ്ടാണ് പിന്നെന്തുകൊണ്ടാണ് ചോദ്യം വരുന്നില്ല. ഇതാണെങ്കിലല്ലേ ബാക്കി എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമുള്ളൂ. അത് വരുന്നില്ല. എന്നാലും ബാക്കിയൊന്ന് വായിച്ചു നോക്കട്ടെ. ദുർവാസാവ് പോലത്തെ മഹർഷികൾക്ക് കാമം, ക്രോധം എന്നീ വികാരങ്ങൾ ഉള്ളത്. ദുർവാസാവിന് കാമം വന്നത് എവിടെയാ? ഉണ്ടോ? അറിയില്ല. ഉണ്ടോ? ക്രോധത്തിൻ്റെ ആളാണ്. പക്ഷെ ദുർവാസാവിൻ്റെ ക്രോധം മുഴുവൻ അനുഗ്രഹ. ദുർവാസാവിൻ്റെ ക്രോധം മുഴുവൻ ലോകാനുഗ്രഹമായിട്ടാണ് തീർന്നിട്ടുള്ളത്, ഇല്ലേ? അതങ്ങനെ തന്നെയാണ്. ദുർവാസാവ് സന്യസിച്ചു എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ബ്രഹ്മചാരിയ, സന്യസിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഭൂരിഭാഗം മഹർഷിമാരും ഗൃഹസ്ഥന്മാരായിരുന്നു. സന്യാസിമാരായ മഹർഷിമാരെക്കുറിച്ച് അറിയില്ല. ആരെങ്കിലും ഉണ്ടോ? നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടോ സന്യാസിമാരായ മഹർഷിമാർ? സനക, സനന്ദന, സനാതന, സനത്കുമാരന്മാർ. അവരെപ്പോഴും 4 വയസ്സാ. നാരദനെ പറയാം. നാരദൻ എന്തായാലും ഗൃഹസ്ഥനായിട്ടില്ല. അതുപോലെ ദുർവാസാവും ഗൃഹസ്ഥനായിട്ടില്ല. ബാക്കി ഭൂരിഭാഗം മഹർഷിമാരും മഹാഗൃഹസ്ഥന്മാരായിരുന്നു. ഒന്നിലധികം പത്നിമാരൊക്കെ ഉണ്ടായിരുന്നു. ഉണ്ടോ? എന്നാൽ പിന്നെ എളുപ്പമായി. എന്നാൽ പിന്നെ സന്യാസി അല്ല എന്ന് പറയാം. അങ്ങനെ ഉണ്ടെങ്കിൽ നാരദ മഹർഷി വിവാഹം കഴിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലേ? എപ്പോഴാണ് ഉണ്ടായത്? മായയുടെ കളി മനസ്സിലാക്കാൻ വേണ്ടി പോയിട്ടാണ്. അത് ശരി. അപ്പം പിന്നെ പൊളിഞ്ഞു. ആരുടെ സന്യാസിയല്ല, പോട്ടെ. ശരി. ഹിന്ദു ഉള്ളിടത്ത് മാത്രം മതേതരത്വം, ഇതേക്കുറിച്ച് അങ്ങയുടെ കാഴ്ചപ്പാട്? അതുകൊണ്ട് ഹിന്ദു ഉണ്ടാവണം. ഈ മതേതരത്വം എന്നുള്ള വാക്ക് തെറ്റായൊരു വാക്കാണ്. ഭാഷ എപ്പോഴും നമ്മൾ ശുദ്ധമായിട്ടേ പ്രയോഗിക്കാൻ പാടുള്ളൂ. അശുദ്ധ പ്രയോഗം ചെയ്യരുത്. മതേതരം എന്നുള്ള പദപ്രയോഗം തെറ്റാണ്.
അപ്പോൾ മതേതരം എന്ന് പ്രയോഗിച്ചൂടെ? തീർച്ചയായിട്ടും പ്രയോഗിക്കാം. മതേതരം എന്ന് പറഞ്ഞാൽ മതത്തിന് എതിരായിട്ടുള്ളത്, മതത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ളത് എന്നാണ്. ആ അർത്ഥത്തിലല്ല മതേതരം എന്നുള്ള ശബ്ദം മലയാളത്തിൽ ഉപയോഗിക്കുന്നത്, സെക്യുലർ എന്നുള്ള അർത്ഥത്തിലാണ്. ഇനി മതനിരപേക്ഷം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കണതെങ്കിൽ സന്തോഷം. മതനിരപേക്ഷം അത് ശരിയായ വാക്കാണ്. മതേതരം എന്നുള്ള വാക്ക് ശുദ്ധ പ്രയോഗമല്ല, അശുദ്ധ പ്രയോഗമാണ്. ഏതായാലും ഈ മതേതരത്വത്തിൻ്റെ ഉന്നത മൂർത്തികൾ ആരാ? ഹിന്ദുക്കളാണ്. അത് എന്തെല്ലാം വിഡ്ഢിത്തരം ചെയ്തിട്ടാണെങ്കിലും അത് പറഞ്ഞുകൊണ്ടിരിക്കണം, എന്നാലേ ഒരു സുഖമുള്ളൂ. അപ്പോൾ അയ്യപ്പൻ്റെ കൂടെ വാവര വെക്കും, വാവര വെച്ചാലും മതിയാവില്ല, വെളുത്തച്ഛനെയും വെക്കാൻ പുതിയ ആൾക്കാർ പരിശ്രമിക്കുക. വാവര പോരാ, പിന്നെ വെളുത്തച്ഛൻ കൂടി വേണം, അപ്പം മതേതരത്വം പൂർണ്ണമാവും. ആരാ വെളുത്തച്ഛൻ? വെളുത്തച്ഛൻ ക്രിസ്ത്യാനിയാണ്. വാവരോ? വാവര് മുസൽമാനാണ്. അയ്യപ്പനോ? അയ്യപ്പ ഹിന്ദുവാണ്. അപ്പോൾ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ മൈത്രിയായി, മതേതരത്വം പൊടി പൊടിച്ചു. അപ്പം നിങ്ങൾ വാവരടുത്ത് പോയിട്ട് ഭസ്മം വാങ്ങുന്നില്ലേ? ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ മാല അഴിച്ചു വെക്കണമെങ്കിൽ ആർത്തുങ്കൽ പള്ളിയിൽ പോയിട്ട് വേണം മാല അഴിച്ചു വയ്ക്കുക, വെളുത്തച്ഛൻ്റെ അടുത്ത്. അതെന്തിനാ? അത് അയ്യപ്പൻ്റെ ഗുരുസ്ഥാനീയനാ. അതെ. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആരെടുത്തു നിന്ന് എന്തൊക്കെ കാശ് വാങ്ങിയിട്ടാണ് ഇത്തരം ആശയപ്രചരണങ്ങൾ ചെയ്യണത് എന്നുള്ളത് നമുക്കറിയില്ല, എന്തിനു വേണ്ടിയിട്ടാണെന്നറിയില്ല. പക്ഷേ ഇതിപ്പോൾ വളരെ വ്യാപകമായിരിക്കുക, വളരെ വ്യാപകമായിരിക്കുക. എത്രയോ പേര് ശബരിമല തിരിച്ചു പോകുമ്പോൾ ആർത്തുങ്കൽ പള്ളി പോകാൻ തുടങ്ങിയപ്പോൾ ഈ പ്രചരണത്തിൻ്റെ ഫലമായിട്ട്. അപകടമാണ്, വളരെ അപകടമാണ്. ഇങ്ങനെ ഒരു ധർമ്മവ്യവസ്ഥയെ നശിപ്പിക്കാൻ വേണ്ടിയുള്ള പരിശ്രമത്തിൻ്റെ പേര് മതേതരത്വം എന്നൊക്കെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് വിഷമം തന്നെയാണ്. പറയാൻ പോയി കഴിഞ്ഞാൽ വിശദമായിട്ട് കുറേ പറയാനുണ്ട്. ഏതായാലും ഇതൊക്കെയാണ് മതേതരം വെച്ചാൽ കുറച്ച് കഷ്ടമെന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. ഓരോ മതവും അവരവരുടെ മതവിശ്വാസം അനുസരിച്ച് മുന്നോട്ട് പോട്ടെ, അതിൻ്റെ ശുദ്ധി ഉണ്ടെങ്കിൽ അവർ പാലിക്കട്ടെ. ഈ കലർപ്പാക്കിയിട്ട് ഒന്നും ഇല്ലാതാക്കിയാലേ പറ്റൂന്ന് വിചാരിക്കരുത്. ഒരു ഓങ്കാരത്തിലെല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അപ്പുറത്തൊരു കുരിശും ചന്ദ്രക്കലയും വെച്ചിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എന്നാൽ ഏതെങ്കിലും അത്തരം മതങ്ങളിൽപ്പെട്ടവർ തിരിച്ചു ഓങ്കാരത്തെ വെക്കുമോ? പൂജ്യമായിട്ട് വയ്ക്കൂട്ടോ, ഇല്ല എന്ന് പറയണില്ല. ശബരിമല സീസണിൽ വെജിറ്റേറിയൻ ഹോട്ടലിന് ബോർഡ് മാറ്റി വെച്ച് നല്ല നീണ്ട കുറിയും തൊട്ട് ഇരിക്കാനൊന്നും ഒരു മടിയുമില്ല, അതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓങ്കാരം വെക്കും, എല്ലാം വയ്ക്കും. ശബരിമല സീസൺ കഴിഞ്ഞാൽ ഓങ്കാരം എടുത്തു മാറ്റും, തത്വമസിയും എടുത്തു മാറ്റും, ഒക്കെ ഭദ്രമായി പൊതിഞ്ഞ് വെച്ച് അടുത്ത സീസൺ വരുമ്പോൾ വീണ്ടും വെക്കും. ഇല്ല എന്ന് പറയണില്ല, അതൊക്കെ ഉണ്ട് കേരളത്തിൽ, അതൊക്കെ ധാരാളം നടക്കുന്നുണ്ട്. അത്യബദ്ധം എന്ന് മാത്രം പറയാം, വേറൊന്നും പറയണില്ല. സ്വാമിജി, ഭൂതവും പ്രേതവും ശരിക്കും ഉണ്ടോ? ഭൂതങ്ങളുണ്ടല്ലോ, നമ്മളൊക്കെ ഭൂതങ്ങളാണ്, നമ്മളെല്ലാം ഭൂതങ്ങളാണ്. ഭൂതം എന്ന് പറഞ്ഞാൽ ഉണ്ടായത് എന്നർത്ഥം. അഭൂത് ഇത് ഭൂതം, ഉണ്ടായത്. നമ്മളൊക്കെ ഉണ്ടായതല്ലേ? അതെ, നമ്മളൊക്കെ ഭൂതങ്ങളാണ്. ഈ കസേര ഒരു ഭൂതമാണ്, ഫാനൊരു ഭൂതമാണ്, ഈ കെട്ടിടം ഒരു ഭൂതമാണ്, നമ്മളിരിക്കുന്ന കസേരകൾ ഭൂതങ്ങളാണ്,
നമ്മൾ ഭൂതങ്ങളാണ് ഒക്കെ ഉണ്ടായതാണ്. ഈ ഭൂതം എന്ന് പറയുമ്പോൾ വേറെ എന്തെങ്കിലും ഒരു ഭാവനയുടെ ആവശ്യം ഇല്ല. ഇപ്പോൾ ഭൂതമുണ്ട്, ഭൂതങ്ങളുണ്ട്, നമ്മളൊക്കെ ഭൂതങ്ങളാണ്. ഒരു ഭൂതം പറയുന്നു, വേറെ കുറേ ഭൂതങ്ങൾ കേട്ടിരിക്കുന്നു. അതല്ലേ സത്യം? എന്താ? അതാണ് സത്യം. അല്ലാണ്ട് വേറെന്ത് ഭൂതം ഉണ്ടാനാ? ഇതേ നമുക്കറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. ഇതറിയാം. പിന്നെ രണ്ടാമത്തത് പ്രേതമാണ്. പ്രേതമുണ്ട്. ഇപ്പം കാറ്റ് പോയാൽ ഉടനെ പ്രേതമായി. അപ്പോൾ പ്രേതത്തെ നമ്മൾ എന്ത് ചെയ്യും? എടുത്ത് കൊണ്ടുപോയി കത്തിക്കും, ഭസ്മമാക്കും. പ്രേതത്തെ കൊണ്ടുപോയി ഭസ്മാക്കുക. അതാ വേണ്ട. നമ്മളൊക്കെ ഭസ്മം ധരിക്കണത് ആ ഭസ്മം എന്നുള്ള ഭാവനയിലാണ്, ഇല്ലേ? അതെ. മഹാകാലേശ്വരത്ത് ഭസ്മാരതിയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് ആ ഭസ്മം തന്നെയാണ്. ചുടലത്തെ ഭസ്മാണ് ഇപ്പോഴും. രാവിലെയാണ് ഭസ്മാരതി. ശ്മശാനത്തു നിന്ന് ചൂടോട് കൂടിയുള്ള കൊണ്ടുവന്നിട്ടാണ് ഭഗവാന് അഭിഷേകം ചെയ്യുക. ആ പ്രേതം പിന്നെ സിനിമയിലൊക്കെ വെള്ളസാരി അല്ലേ? സിനിമയിൽ വെള്ളസാരി. അതെങ്ങനെയാണ് വെള്ളസാരി? വെള്ളേ എടുക്കുള്ളൂ. വെള്ളസാരി കണ്ട ഉറപ്പായത്. ഇങ്ങനെ നിലം തൊടാണ്ട് ഇങ്ങനെ പോവുക, ഒരു പ്രത്യേക ഈണത്തിലുള്ള പാട്ട് പാടുക, അതൊക്കെ സിനിമയിലുള്ളതാണ്. സിനിമ, നാടകം, അതിലൊക്കെ ഉണ്ട്. അപ്പോൾ സ്വാമി അങ്ങനെയുള്ളൊരു പ്രേതം ഇല്ല എന്നാണോ സ്വാമി പറയണത്? പ്രേതമില്ല എന്ന് ഞാനെങ്ങനെ പറയാം? പ്രേതമൊക്കെ ഉണ്ട്. 84 ലക്ഷം ജീവയോനികളുണ്ട്. അപ്പം നമ്മൾ ഈ 83,99,998 ചിന്തിച്ചു കഴിഞ്ഞോ? ഉണ്ട്. ഇതിനൊരു പ്രാധാന്യം കൊടുക്കുന്നത്. എത്ര യോനികളുണ്ട് ഇവിടെ? അനേക ജീവയോനികളിൽ ഒന്ന് പ്രേതം ഇരിക്കട്ടെ. പ്രേതം ഇല്ലാന്നൊന്നും പറയില്ല, പ്രേതമൊക്കെ ഉണ്ട്. പക്ഷെ ഒന്ന് പറയാം, പ്രേതത്തെ ഭയപ്പെടരുതാരും. പ്രേതത്തെ ഭയപ്പെടാൻ പാടില്ല. കാരണം സ്വന്തം കർമ്മത്തിൻ്റെ പരിഭാഗം കൊണ്ട് സ്വയമേവ ഗതി ലഭിക്കാത്ത അവസ്ഥയിലാണ് പ്രേതയോനിയെ പ്രാപിക്കുന്നത്. അതുകൊണ്ട് പ്രേതങ്ങളോട് സ്നേഹമാണ് നമുക്ക് വേണ്ടത്, സഹാനുഭൂതിയാണ് നമുക്ക് വേണ്ടത്. അതിൻ്റെ ഉത്കർഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ്. ഇപ്പോൾ ഒരു പ്രേതം വന്നു എന്ന് വിചാരിച്ചോളൂ. സ്വാമി ഞാൻ പ്രേതമാണ് എന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മളെന്ത് വേണം? ഇരിക്കും മോനെ, നിനക്ക് വേണ്ടി ഞാൻ 2 മന്ത്രം ചൊല്ലാം, നിനക്കൊരു നന്മ വരട്ടെ, നിനക്ക് ഉയർച്ച വരട്ടെ. അതാണ് വേണ്ടത്. അല്ലാണ്ട് പ്രേതത്തെ ഒരിക്കലും പേടിക്കരുത്. പ്രേതം ഇല്ലയെന്നും പറയില്ല, പ്രേതമൊക്കെ ഉണ്ട്. 84 ലക്ഷം ജീവയോനികളില്ലേ, അതിലൊരു യോനി. ഒരിക്കലും ഭയപ്പെടരുത്. പ്രേതത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സങ്കല്പിക്കുക. കാരണം എപ്പോഴും സ്വയം സമ്പത്തില്ലാതിരിക്കുമ്പോൾ ദരിദ്രാവസ്ഥയാണ്. ഊർധ്വഗതിക്ക് സ്വയം സമ്പത്ത് പോരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥാവിശേഷമാണ്. ബാക്കിയൊക്കെ സിനിമയിലും കഥയിലും ഉള്ളതാണ്. അതൊന്നും സ്വീകരിക്കേണ്ട, അത് വേണ്ട. പക്ഷെ എന്താണെന്നറിയില്ല, ഈ മനുഷ്യന്മാർക്ക് പ്രേതം എന്നൊക്കെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടക്കും, വേദാന്തം ഉണ്ടാവില്ല. പിന്നെ അതുവരെ ചിന്തിച്ച എന്ത് ഉയർന്ന ആശയം ഉണ്ടെങ്കിൽ അതൊക്കെ അങ്ങോട്ട് പോകും. പിന്നെ അതുമ്മലിങ്ങനെ കറങ്ങിക്കളിക്കും. ഇവിടെ ഈ അന്തര്യോഗത്തിനാണോ ഇനി ഉപനിഷത്ത് വിചാരസത്രത്തിനാണെന്ന് അറിയില്ല, ഈ ചോദ്യം വന്നു. ഇവിടെ തന്നെ പ്രേതം. അപ്പോൾ ഇവിടെ ഒരു ഉത്തമ ശിഷ്യൻ മുമ്പിലിരിക്കുന്നുണ്ടല്ലോ, ഇല്ലേ? ആരാ? അതാ ഇവിടുത്തെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇവനാണ് ഉത്തമ ശിഷ്യൻ. പറയണത് മുഴുവൻ അതുപോലെ ഒപ്പിയെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആയി. അപ്പോൾ ഇതൊക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരാളുണ്ട് ബാംഗ്ലൂർ. മൂപ്പർക്ക് നല്ല ചൂടപ്പം പോലെ കിട്ടിയിട്ട് ഇപ്പോൾ കേൾക്കുന്നുണ്ടാവും അയാൾ എന്ത് ചെയ്തു? ഈ പ്രേതത്തെക്കുറിച്ചുള്ള ചോദ്യം പ്രത്യേകം കട്ട് ചെയ്ത്, പ്രേതങ്ങളുണ്ടോ, 2 അത്ഭുതകരങ്ങളായ അനുഭവങ്ങളെ ചിദാനന്ദപുരി സ്വാമി പങ്കുവയ്ക്കുന്നു എന്നൊക്കെ ഹെഡിങ്ങൊക്കെ കൊടുത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തു. ഭഗവാനെ,
ഇവിടെ ഇരിക്കാൻ വയ്യ മനുഷ്യന്. ദിവസം ഫോൺ വിളി, സ്വാമി ഞാൻ മോളെ കൊണ്ട് വരട്ടെ, ഞാൻ മോനെയും കൊണ്ട് വരട്ടെ, അവന് ബാധയാൻ തോന്നുന്നു. ഞാൻ പറഞ്ഞു എന്നെ ബാധിക്കല്ലേ, ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോണ്ടി വരും. നോക്കണേ, ആയിരക്കണക്കിന് വീഡിയോസ് ഉണ്ട് യൂട്യൂബിൽ ചിദാനന്ദപുരി സ്വാമിയുടേതായിട്ട്. എന്തായിരക്കണക്കിന്, ആയിരക്കണക്കിന് വീഡിയോസ് ഉണ്ട് വേദാന്തത്തിൻ്റെ ദാർശനികമായിട്ടുള്ള ഭാരതത്തിൻ്റെ ഇന്ന അവസ്ഥയെക്കുറിച്ച്, ധർമ്മത്തെക്കുറിച്ച്. അതിലൊന്നും ഒരു പ്രശ്നമില്ല, അതിലൊന്നും ആർക്കും താല്പര്യമില്ല. ഇത് ലക്ഷങ്ങളാണ് പെട്ടെന്ന് വ്യൂവേഴ്സ്, ഒരാഴ്ച കൊണ്ട് ലക്ഷങ്ങൾ വ്യൂവേഴ്സ്. ഇതെന്താ മനുഷ്യന് പറ്റണത്? അതിൽ 2 സംഭവങ്ങൾ പറഞ്ഞതാണ്. 2 സംഭവങ്ങളൊക്കെ ഉള്ളതാണ് കേട്ടോ, ഇല്ലാത്തൊന്നുമല്ല, ഉള്ളത് തന്നെയാണ്, ഇവിടെ തന്നെ ഉണ്ടായതാണ്. ഒന്നും ഇല്ലാത്തൊന്നുമല്ല. അത് കഴിഞ്ഞ് ഇവിടെ 2-3 പേര് വന്നൂന്നേ. ഒരു മോനെയും കൊണ്ടൊരു അമ്മ വന്നു, ഒരു മോളെയും കൊണ്ടൊരു അച്ഛൻ വന്നു. എന്താ ചെയ്യുക? ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ മന്ത്രവാദി ഒന്നും അല്ല, ഒന്നും അറിയില്ല. അല്ല സ്വാമി അവരെ മോചിപ്പിച്ചല്ല, ഞാൻ മോചിപ്പിച്ചിട്ടില്ല, അവർക്ക് രക്ഷ ഉണ്ടായി അത്രയേ ഉള്ളൂ, ഞാനൊന്നും ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. അവർക്ക് രക്ഷ ഉണ്ടായി അത്രയേ ഉള്ളൂ. എന്നാൽ എൻ്റെ മോൾക്ക് ഒരു രക്ഷ ഉണ്ടാവുമോ? എനിക്ക് രക്ഷ ഇല്ലാണ്ടായല്ലോ. ഉണ്ണികൃഷ്ണനോട് പറഞ്ഞു, ഒന്ന് ഡിലീറ്റ് ചെയ്യുമോ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ആ വീഡിയോ? അതിരിക്കട്ടെ സ്വാമി, ലക്ഷക്കണക്കിന് ആൾക്കാർ കാണേണ്ടതാണ്. മൂപ്പരതിൻ്റെ എന്താണ് സബ്സ്ക്രിപ്ഷൻ, വ്യൂവർഷിപ്പ്, ഇതൊക്കെയാണ് മൂപ്പര് നോക്കിയത്. ഇതാണ് നമ്മുടെ ഒരു സ്വഭാവം. അതുകൊണ്ട് ഭയമൊക്കെ സിനിമയിലുള്ള പ്രേതത്തിന് മതി, വെള്ളസാരി അതൊക്കെ ഒന്നും വേണ്ട. മറിച്ച് സ്വയം ഗതിയെ പ്രാപിക്കാനുള്ള പുണ്യമില്ലാത്ത അവസ്ഥയിൽ പ്രേതയോനിയെ പ്രാപിക്കാം. അങ്ങനെ പ്രാപിച്ച പ്രേതയോനിയിലുള്ളവർക്ക് ഉയർച്ച ഉണ്ടാക്കി കൊടുക്കുക, അതാണ് വേണ്ടത്. ചിന്തിക്കുന്നതും മനസ്സിലാക്കുന്നതും പ്രവർത്തിക്കുന്നതും മനുഷ്യനാണോ ശിവനാണോ? മനുഷ്യനാണ്. മനനം ചെയ്യുന്നത് മനുഷ്യനാണ്. ഏത് ചോദ്യം? അതിലെന്താ സംശയം? അയ്യേ, എന്ത് ഉപദ്രവിക്കണത്? പാവം, അതിനേ ഗതിയില്ല, പിന്നെയല്ലേ ഉപദ്രവിക്കണം. അതേ ഗതി കിട്ടാണ്ട് എനിക്കൊരു ഗതി കിട്ടണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുക. അപ്പോൾ അതെന്താ ഇപ്പോൾ ഉപദ്രവിക്കൽ? പിന്നെ അതിനൊരു ഗതി കിട്ടാനുള്ള പോക്കിൽ ചിലപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഉപദ്രവമായിക്കൂടാന്നില്ല. അങ്ങനെ വേണമല്ലോ. ഉപദ്രവമില്ല എന്നൊന്നും പറയാൻ പറ്റില്ല, ഉപദ്രവങ്ങളൊക്കെ ഉണ്ടാവും. സ്നേഹിക്കുക, അതാ വേണ്ടത്. ഉപദ്രവം ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വിഷമകരമായിട്ടുള്ള അവസ്ഥയാണ്. ഇല്ല എന്നൊന്നും പറയാൻ വയ്യ, അല്ലേ? ഉണ്ടാവും. ഒരുപാട് കഥകളുണ്ട്, അതൊക്കെ പറയാൻ പോയി കഴിഞ്ഞാൽ കുറച്ചധികം പറയേണ്ടി വരും. ഇതിപ്പോൾ മനുഷ്യന്മാരെ ഉപദ്രവിക്കുന്നത് പ്രേതം ഉപദ്രവിക്കണുള്ളൂ. നമ്മളെ രാഷ്ട്രീയക്കാരുടെ സ്ഥിതി എന്താ? ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൊടി പിടിച്ചില്ലേ കേരളത്തിൽ? ആലോചിച്ച് നോക്കൂലേ, എത്ര സ്ഥലത്താണ് രക്ഷാപ്രവർത്തനം തന്നെ. ചെടിച്ചട്ടി കൊണ്ട് രക്ഷാപ്രവർത്തനം, വടി കൊണ്ട് രക്ഷാപ്രവർത്തനം. 37,000 രൂപ പ്രതിശീർഷ കടമുണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് 1,16,000 പ്രതിശീർഷ കടമാക്കി മാറ്റിയില്ലേ 9 കൊല്ലം കൊണ്ട്? അത് ചെറിയ കാര്യമാണ്? ആരുടെയൊക്കെ ഭാഗത്തുനിന്ന് എന്തൊക്കെ ഉപദ്രവമുണ്ട്. പിന്നെ ഈ പാവങ്ങളുടേത് മാത്രം ആകെ കുറച്ചൊക്കെയല്ലേ ഉണ്ടാവുള്ളൂ പ്രേതങ്ങൾ. അവരെയൊക്കെ മാത്രം ചിന്തിക്കണോ? വേറെ എത്ര എണ്ണം ഉണ്ട് ഇവിടെ ഉപദ്രവിക്കണത്? ധൃതരാഷ്ട്രക്ക് രാജ്യം നഷ്ടപ്പെട്ടത് അദ്ദേഹം അന്ധനായതുകൊണ്ടാണ്. എന്നാൽ ധൃതരാഷ്ട്രയുടെ മക്കളുടെ അവകാശം സാധുവല്ലേ? അന്ധതയെന്നൊരു വൈകല്യത്തിൻ്റെ കാരണം കൊണ്ടല്ലേ പാണ്ഡു രാജാവായത്? എന്താപ്പോൾ ചെയ്യാം? ഇതിപ്പോൾ എന്താപ്പോൾ വേണ്ടത്? രാജ്യാധികാരം മുഴുവൻ ധൃതരാഷ്ട്രക്ക് കൊടുക്കണം. ഇതിനൊക്കെ ഒരു മര്യാദ അല്ലേ? ആ മര്യാദയനുസരിച്ച് മഹാത്മാക്കൾ തീരുമാനിച്ചിട്ടാണ് അവിടെ പാണ്ഡു രാജാവായതും
രാജ്യഭരണം നിർവഹിച്ചതും പിന്നീട് രണ്ടു കൂട്ടർക്കും വിഭക്തമായി കൊടുക്കണം എന്നുള്ളതും. അതൊക്കെ ധർമ്മശാസ്ത്രജ്ഞന്മാർ, നീതി നിപുണന്മാർ ചർച്ച ചെയ്ത വിഷയമാണ്. മഹാഭാരതത്തിൽ സുദീർഘമായി ഈ വിചാരങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തുല്യമായി വീതം വെച്ച് രണ്ടു കൂട്ടർക്കും ഭരിക്കുക എന്നുള്ളതാണ് അവിടെ അംഗീകൃതമായത്. പിന്നെ അതിലൊക്കെ കളിപ്രാന്തിന് പിന്നാലെ പോയി നഷ്ടപ്പെട്ടു. ഇതൊക്കെ നടന്നു. കളിപ്രാന്ത്. എന്നാ വിവരം വേണ്ടേ? ഒരാൾ പ്രഗത്ഭനായ കളിക്കാരനെ വെച്ച് കളിപ്പിക്കുമ്പോൾ തനിക്കും പ്രഗത്ഭനായ കളിക്കാരനെ വെച്ച് കളിപ്പിച്ചൂടെ? ഇല്ല. താൻ ഒറ്റയ്ക്ക് കളിക്കുക. എന്നാൽ മറ്റേ ഭാഗം അയാളോട് കളിക്കാൻ പറയണ്ടേ? ദുര്യോധന നീ ഇരുന്ന് കളിക്കുക പറയണ്ടേ? അത് പറ്റില്ല. അയാൾ പ്രഗത്ഭന വെച്ചു. ഈ കളിപ്രാന്ത് കൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ്ട് കളിച്ചു. എല്ലാം പോയി. രാജ്യവും പോയി, ധനവും പോയി, സമ്പത്തും പോയി, സഹോദരന്മാരെയും വെച്ചു പണയം. അവസാനം പത്നിയെയും പണയം വെച്ചു. പത്നിയെ പണയം വയ്ക്കാൻ എന്താ അധികാരമുണ്ട്? ഒന്നും പറയണ്ട. അത് ധൃതരാഷ്ട്രയുടെ മക്കളുടെ അവകാശം മാത്രമല്ല, രണ്ടു കൂട്ടർക്കും അവകാശമുണ്ട്. അപ്പം ചിലർ ചോദിക്കും പാണ്ഡുവിൻ്റെ മക്കളല്ലല്ലോ എന്ന്. പാണ്ഡുവിൻ്റെ മക്കളാണ്. പാണ്ഡുവിൻ്റെ മക്കളാണ് പാണ്ഡവന്മാർ. അതെങ്ങനെ സ്വാമി? പാണ്ഡുവിന് മക്കൾ ഉണ്ടായിട്ടില്ലല്ലോ. ധർമ്മശാസ്ത്രമനുസരിച്ച് അനുജ്ഞാതന്മാരായി ഉണ്ടാവുന്ന പുത്രന്മാർക്ക് ഔരസപുത്രന്മാരുടെ അതേ അധികാരം ഉണ്ട്. ദത്തുപുത്രന്മാർക്ക് അതേ അധികാരമുണ്ട്. പാണ്ഡുവെ സംബന്ധിച്ച് അനുജ്ഞാതന്മാരായിട്ടുണ്ടായ മക്കളാണ്. പാണ്ഡുവിന് സന്താനോൽപാദന ശേഷി ഇല്ലാത്തത് കൊണ്ട് പാണ്ഡു അനുവാദം കൊടുത്തതാണ് കുന്തിക്ക്, മാദ്രിക്കും. അതുകൊണ്ട് പാണ്ഡുവാൽ അനുജ്ഞാതരായിട്ടാണ് പാണ്ഡവന്മാർ ജനിച്ചത്. അതുകൊണ്ടാണ് അവരെ പാണ്ഡവന്മാരെന്ന് പറയുന്നത്. അതങ്ങനെ തന്നെയാണ്. ഇനി കുറച്ചുകൂടി മുമ്പിലേക്ക് പറയട്ടെ. അതുകൊണ്ടാണ് ഇനിയെന്ന് പറഞ്ഞ് നിർത്തിയത്. ഇനി പാണ്ഡുവിൻ്റെ മക്കളല്ല പാണ്ഡവന്മാർ, അതുകൊണ്ട് അവർക്ക് രാജ്യാധികാരമില്ല എന്നാരെങ്കിലും പറയുകയാണെങ്കിൽ രാജവംശത്തിൻ്റെ അധികാരം രണ്ടു കൂട്ടർക്കും ഇല്ലല്ലോ. ധൃതരാഷ്ട്രർക്കും ഇല്ല, പാണ്ഡുവിനും ഇല്ല. കാരണം അവരാരും ക്ഷത്രിയൻ്റെ മക്കളല്ല, വേദവ്യാസൻ്റെ മക്കളാ, വ്യാസപുത്രന്മാരാ. വ്യാസ ഏത് രാജ്യാധികാരമുള്ളത്? ഉണ്ടോ? എന്താ അഭിപ്രായം? ചിലരതാ പറയാം പാണ്ഡുവിൻ്റെ മക്കളല്ല, അതുകൊണ്ട് പാണ്ഡുവിൻ്റെ മക്കൾക്ക് അധികാരമില്ല, ധൃതരാഷ്ട്രക്കാണ് അധികാരം. എടേ രണ്ടു കൂട്ടർക്കും ഇല്ല എന്ന് പറഞ്ഞോളൂ. എന്നാൽ അപ്പം രാജ്യം വേണ്ടാന്ന് വെച്ചാൽ മതി. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്തരം തർക്കങ്ങളിലേക്കൊന്നും പോയിട്ട് ഇപ്പം പുതിയൊരു പരിഷ്കാരമാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ധാരാളം ചർച്ചകൾ ഫേസ്ബുക്കിലൊക്കെ വന്ന വിഷയം അത്. പാണ്ഡുവിന് മക്കൾ ഇല്ലല്ലോ, അപ്പോൾ പാണ്ഡവന്മാർക്കല്ലല്ലോ അധികാരം, ധാർത്തരാഷ്ട്രന്മാർക്കല്ലേ അധികാരം എന്ന്. അങ്ങനെ പറയാന്ന് വെച്ചാൽ രണ്ടു കൂട്ടർക്കും ഇല്ല എന്ന് പറയണം. വ്യാസപുത്രന്മാരല്ലേ? വ്യാസന് വല്ല രാജ്യമുണ്ടോ? വ്യാസന് വല്ല രാജ്യാധികാരം ഉണ്ടോ? ഒന്നുമില്ല. സതി നല്ല ആചാരമാണ്. സ്വയമേവ ചെയ്തു, നന്നായി പോയി. ആരും തള്ളിവിട്ടതല്ലോ. ആണോ? മാതിരി നീ പോയി തീ ചാടുമെന്ന് പറഞ്ഞോ? ഇല്ല, സ്വയാചരിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? സതി ഇതൊന്നുമല്ല. സതി യോഗാഗ്നി കൊണ്ട് ശരീരം ഉപേക്ഷിച്ചതാണ്, തീയിലൊന്നും ചാടിയതല്ല. ഒരൊറ്റ ഇരിപ്പാ സതി. തൻ്റെ പതി പിതാവിനാൽ അപമാനിക്കപ്പെട്ടത് മനസ്സിലാക്കി പിതാവിൻ്റെ യജ്ഞം
നശിച്ചതും കണ്ട് താൻ പതിയുടെ വാക്ക് മാനിക്കാതെ വന്നതുകൊണ്ട് ഈ ക്ലേശങ്ങളെല്ലാം ഉണ്ടായല്ലോ, ഇനി ഈ ശരീരം വേണ്ടാന്ന് നിശ്ചയിച്ച് സങ്കല്പം കൊണ്ട് അഗ്നി ജ്വലിപ്പിച്ചതാണ്, യോഗാഗ്നിയാണ്. അതേ സതിയാവും. മറ്റതൊക്കെ പതി മരിച്ചപ്പോൾ തീ ചാടി, പത്നി മരിച്ചപ്പോൾ തീ ചാടി എന്നൊക്കെ ഉള്ളത് ഉണ്ടാവും. കുട്ടി മരിച്ചപ്പോൾ തീ ചാടി, അങ്ങനെയൊക്കെ ഉണ്ട്. അതെല്ലാം ഒരാത്മഹത്യ അല്ലേ? എന്താ നിങ്ങളുടെ അഭിപ്രായം? അതൊക്കെ ഒരു തരത്തിൽപ്പെട്ട ആത്മഹത്യയല്ലേ? വൈകാരികതയുടെ വളരെ മൂർധന്യമായിരിക്കുന്ന അവസ്ഥയിലാണ്. പിന്നീട് ഇത് ഭാരതത്തിൽ അഭിമാന സംരക്ഷണത്തിന് വേണ്ടി വന്നതാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മുസ്ലിം അധിനിവേശ ശക്തികൾ തങ്ങളുടെ എല്ലാം നശിപ്പിക്കും എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് തങ്ങളുടെ പതി കൊല്ലപ്പെടുമ്പോൾ ഇനി മറ്റവരുടെ പിടിയിൽ അടിമകളായി നിൽക്കാൻ പറ്റില്ല, അങ്ങനെ ജീവിക്കുന്നത് തങ്ങളുടെ ചരിത്രാനുസാരിയല്ല, ചാരിത്രത്തിന് യോഗ്യമല്ല എന്ന് മനസ്സിലാക്കിയിട്ട് ധീരകളായ എത്രയോ വനിതകൾ അഗ്നിപ്രവേശം ചെയ്തിട്ടുണ്ട്. അത് അഭിമാനപൂർവ്വമാണ് അല്ലേ? അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചരിത്രത്തിലേക്ക് നമ്മൾ എത്തി നോക്കണം, അപ്പോൾ അത് വ്യക്തമാവും. അർജുനൻ പലതവണ ശിഷ്യനാണെന്ന് സമാശ്രയിച്ചിട്ടുണ്ടെങ്കിലും കൃഷ്ണൻ ഒരിടത്തും അർജുനനെ ശിഷ്യനാണെന്ന് സംബോധന ചെയ്തിട്ടില്ലെന്ന് സ്വാമിജി സൂചിപ്പിക്കുകയുണ്ടായി. ഉണ്ടല്ലോ, ഒരു സ്ഥലത്ത് പോലും നീ എൻ്റെ ശിഷ്യനാണെന്ന് പറഞ്ഞിട്ടില്ല. ഉണ്ടോ? ഇല്ല. അർജുനൻ പറഞ്ഞു ഞാൻ ശിഷ്യനാണ്, ഭഗവാൻ പറഞ്ഞിട്ടില്ല. ഭഗവാൻ പറഞ്ഞു നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്, സഖാവാണ്, ബന്ധുവാണ്, പ്രിയമാണനാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. ശിഷ്യൻ എപ്പോഴും ഗുരുവുണ്ട്, ഗുരുവിന് ശിഷ്യൻ ഇല്ല. ശിഷ്യനുള്ള ഗുരു അല്ല, ലഘുവാണ്. ഗുരുവില്ലാത്ത ശിഷ്യനല്ല. ശിഷ്യനുള്ള ഗുരു അല്ല. മനസ്സിലായില്ല? മനസ്സിലാക്കണം. ശിഷ്യനുള്ള ഗുരു ലഘു, ഗുരുവുള്ള ശിഷ്യൻ. സ്വാമി ഇതെങ്ങനെയപ്പോൾ അങ്ങനെ ശരിയാവുക? ഒരാൾ പറയാണ് സ്വാമി ഇതൊക്കെ എൻ്റെ ശിഷ്യന്മാരാട്ടുമോ? സന്തോഷം, വളരെ സന്തോഷം. ഇത്രയും വലിയൊരു ഗുരുവിനെ കണ്ടതിൽ വലിയ അഭിമാനമുണ്ട്. അതുകൊണ്ട് ഗുരുവിന് ശിഷ്യന്മാരില്ലാന്നറിയുക. ശിഷ്യൻ എപ്പോഴും ഗുരുവുണ്ട്. ഇതൊക്കെ എൻ്റെ ശിഷ്യന്മാരാന്ന് ആരെങ്കിലും പറഞ്ഞാൽ മനസ്സിലായിക്കോളെ അയാൾ ലഘുവാണ്. കേമനാണല്ലോ അങ്ങ് എന്ന് പറയണം. ഏതായാലും ഭഗവാൻ ആ മാതൃകയാണ് കാണിച്ചത്. ഭഗവാൻ ആരെയും ശിഷ്യനായിട്ട് പറഞ്ഞിട്ടില്ല. അർജുനൻ്റെ കർത്തവ്യമാണ് ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, എനിക്ക് തത്വോപദേശം ചെയ്യണേ എന്ന് പറയേണ്ടത്. ഇപ്പോൾ ശിഷ്യഗുണമൊക്കെ അർജുനന് തികഞ്ഞിട്ടുണ്ടോ? അതുമില്ല. അപ്പോൾ പിന്നെ ഭഗവാൻ എന്തിനാ അർജുനനെ ഉപദേശിച്ചത്? അർജുന നിമിത്തീകൃത്യ സർവലോകോപകാരാർത്ഥം ആഹ ഭഗവാൻ വാസുദേവ എന്ന് ശങ്കരാചാര്യസ്വാമികൾ പറഞ്ഞു. അർജുനനെ നിമിത്തമാക്കിയിട്ട് സർവലോകത്തിൻ്റെയും ഉപകാരത്തിന് വേണ്ടി ഭഗവാൻ വാസുദേവൻ തത്വോപദേശം ചെയ്തു. അർജുനൻ അവിടെ ഒരു നിമിത്തമാണ്. അപ്പം ആർക്കാ ഭഗവാൻ ഉപദേശിച്ചത്? നമ്മൾക്കൊക്കെയാണ്. അത് ശ്രദ്ധിക്കുക. അതെ, ശ്രേയസാ ചോദിച്ചേ. അർജുനൻ ചോദിച്ചു, ശ്രേയസിൻ്റെ മാർഗം ചോദിച്ചു. യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാ പ്രപന്നം. ഭഗവാൻ ശ്രേയസിൻ്റെ മാർഗം തന്നെയാണ് പറഞ്ഞത്. പരമോന്നതമായ അവസ്ഥ അർജുനോട് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടെയല്ലേ
ചോദിക്കണതൊക്കെ കൊടുക്കാൻ പറ്റുമോ? അർത്ഥിക്കണത് കൊടുക്കാൻ പറ്റുമോ? അർഹിക്കണത് കൊടുക്കണോ? അർഹിക്കണതാണ് കൊടുക്കേണ്ടത്. ഭഗവാൻ പരമമായ തത്വോപദേശം ഉദ്ധവന് ചെയ്തതായിട്ട് ശ്രീമദ് ഭാഗവതത്തിൽ പഠിക്കാം. അർജുനന് ഇത്രയൊക്കെ മതി. അർജുനൻ സന്യാസത്തെക്കുറിച്ച് തന്നെ ചോദിച്ചിട്ട് ഭഗവാൻ ശ്ലോകത്തിൽ ഒതുക്കി കളഞ്ഞില്ലേ സന്യാസം? ബാക്കി മുഴുവൻ വിസ്തരിച്ചത് യോഗത്തെ അല്ലേ? ഹിന്ദുക്കൾക്ക് ആരാധനാലയങ്ങളിൽ മതപഠനം നടത്തുന്നതിൽ എന്തെങ്കിലും വിലക്കുകളുണ്ടോ? വിലക്കുകളുണ്ടാകണം. ഇരിക്കണ എത്ര പേര് തയ്യാറുണ്ട് നടത്താൻ? ഞാൻ ഇത് കഴിഞ്ഞ് വീട്ടിൽ പോയി അല്ലെങ്കിൽ നാട്ടിൽ പോയി എൻ്റെതായ രീതിയിൽ എളിയ നിലയ്ക്ക് ഒരു സ്വാധ്യായം അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടി ഒരു ധർമ്മപഠന പദ്ധതി ആരംഭിക്കുന്ന എത്ര പേര് തയ്യാറുണ്ട്? അത് മതി. ഒരു വിലക്കും ഉണ്ടാവില്ല, ഒരു തകരാറും ഉണ്ടാവില്ല. ഇനി ആരെങ്കിലും വിലക്കിയോ നമുക്കതൊരു തടസ്സമില്ലെന്നേ. ഇവിടെ നമ്മൾ 990 ഇവിടെ എത്തിയത്, കൊളത്തൂരിൽ. ആ വർഷം ഒരു സ്കൂൾ അധ്യാപകൻ നമ്മളെടുത്ത് വന്ന് ക്ഷണിച്ചു. സ്വാമി, ഞങ്ങൾ നാട്ടിലൊരു ഭഗവത്ഗീത ക്ലാസ് തുടങ്ങുന്നുണ്ട്, സ്വാമി വന്ന് അതൊരു ഉദ്ഘാടനം ചെയ്തു തരണം. ഓ, തീർച്ചയായിട്ടും വരാമെന്ന്. ഇവിടെ അടുത്തൊരു സ്ഥലമാണ്, ഒരു 11-12 കിലോമീറ്റർ അകലത്താണ്, അത്രയേ ഉള്ളൂ. അപ്പം അദ്ദേഹം അത് തുടങ്ങാനുണ്ടായൊരു സാഹചര്യം ഏതാണെന്ന് ചോദിച്ചാൽ, ആ വർഷം ബാലഗോകുലത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ശ്രീകൃഷ്ണ ജയന്തിയോടനുബന്ധിച്ച് പല കാര്യപരിപാടികൾ ആസൂത്രണം ചെയ്ത കൂട്ടത്തിൽ കുട്ടികൾക്ക് ഭഗവത്ഗീത ചൊല്ലൽ മത്സരം വെച്ചു. ഈ അധ്യാപകനും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരും കൂടി നടുവണ്ണൂർ, ഉള്ളിയേരി പ്രദേശങ്ങളിലുള്ള എല്ലാ വിദ്യാലയങ്ങളിലും സമ്പർക്കം ചെയ്തു, വിവരമറിയിച്ചു. എല്ലാവരും ഇദ്ദേഹത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഇദ്ദേഹം ഒരു സ്കൂൾ അധ്യാപകനാണ്, അതുകൊണ്ട് അറിയപ്പെടുന്ന ഒരാളുമാണ്. അപ്പോഴാണ് അവർക്ക് ഞെട്ടിക്കുന്നൊരു വാർത്ത മനസ്സിലായത്. ഒരു കുട്ടി പോലും ഗീത ചൊല്ലാൻ അറിയുന്ന ആളില്ല, ഒരു കുട്ടി പോലും. ഇന്നല്ല, 1990-ലാണ്. ഇന്ന് ധാരാളം ആയിരക്കണക്കിന് കുട്ടികൾ ഇന്ന് ഗീത ചൊല്ലും, ആയിരക്കണക്കിന് കുട്ടികൾക്ക് ഇന്ന് ഗീത ചൊല്ലാൻ അറിയാം. അന്ന് ഒരു കുട്ടി പോലും നടുവണ്ണൂർ, ഉള്ളിയേരി പ്രദേശത്ത് നിന്ന് ഗീത ചൊല്ലാൻ തക്ക വിധത്തിൽ തയ്യാറായി വന്നില്ല. ഇതവർക്ക് വലിയ വിഷമായി, ഈ പ്രവർത്തകർക്ക്. അങ്ങനെ അവർ കൂടി ആലോചിച്ച് ഒരു ഗീതാ ക്ലാസ് തുടങ്ങാൻ തീരുമാനിച്ചു. ഈ അധ്യാപകൻ തന്നെ ക്ലാസ് എടുക്കാൻ തീരുമാനിച്ചു. അപ്പോഴാണ് അവർ കേൾക്കുന്നത്, ഇങ്ങനെയൊരു സ്വാമി വന്നിട്ടുണ്ട് ഇവിടെ കൊളത്തൂർ, എന്നാൽ പിന്നെ അദ്ദേഹത്തെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് വന്ന് വിളിച്ചതൊക്കെ. നമ്മൾ പോയി. ഇപ്പോൾ ഓർമ്മയുണ്ട്, ഇദ്ദേഹത്തിനൊരു ഒരു ഒരു സ്കൂട്ടറും അല്ല, സൈക്കിളും അല്ല, മോട്ടോർ സൈക്കിളും അല്ല എന്നുള്ളൊരു സാധനമുണ്ട്. അതിൽ ഞങ്ങൾ രണ്ടാളും കൂടി പോയി. ഒരു ക്ഷേത്രത്തിലാണ്, ക്ഷേത്രത്തിൻ്റെ മുറ്റത്താണ് ക്ലാസ് വെച്ചത്. അവിടെ എത്തുമ്പോഴാണ് ക്ഷേത്രത്തിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്. അവിടെ ഒരാളെ നിർത്തിയിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ ഗീതയും പാടില്ല, നിങ്ങൾ ഒരു സാധനവും പാടില്ല, ഒരു സ്വാമിയും വരണ്ട അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക്. ഗീത പഠിപ്പിക്കാനൊന്നും ഇവിടെ പറ്റില്ല. ഈ മാഷുകാകെ നിരാശയായി. അപ്പോൾ നോക്കിയപ്പോൾ 10-12 മക്കൾ വന്നിട്ടുണ്ട്. അവിടെ എപ്പോഴും ഓർമ്മയുണ്ട്, റോഡ് ഇങ്ങനെ വളഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. ആ റോഡിൻ്റെ സൈഡിൽ നല്ലപോലെ പുല്ലുണ്ട്. ഞാൻ മക്കളെ ഇരിക്കേ, മക്കളൊക്കെ ഇരുന്നു. അവിടെ സൈഡിലൊരു കല്ലുണ്ട്, കല്ലിൻ്റെ മുകളിൽ നമ്മളിരുന്നു. മാഷ ഒരു സ്വാഗതം പറയുക. സത്യമായിട്ടുണ്ടായ സംഭവം പറയണത്. മാഷൊരു ഗംഭീര സ്വാഗത പ്രസംഗം, പിന്നെ ചിദാനന്ദപുര സ്വാമിയുടെ വക ഒരു ഉദ്ഘാടന പ്രസംഗം. 10-12 കുട്ടികളുണ്ട്, റോഡ് സൈഡിൽ പുല്ലിലിരുന്നിട്ടാണ്. അമ്പലക്കാരൻ വിലക്കി, ഇവിടെ ഗീത പറ്റില്ല, കാരണം ഗീത പഠിച്ചു കഴിഞ്ഞാൽ കുട്ടികൾ ചീത്തയാവാൻ സാധ്യതയുണ്ട്. ഇവിടെ അടുത്ത്
അടുത്താണ് സ്ഥലം, 10-12 കിലോമീറ്റർ, 12 ഉണ്ടാവും, ഇത്രയേ ഉള്ളൂ. നടുവണ്ണൂരിന് അടുത്തൊരു സ്ഥലമാണ്. എന്നത് ഇപ്പോൾ അവിടെ 100 കണക്കിന് കുട്ടികൾ ഗീതയോല അറിയുന്നവരുണ്ട്, ഉറപ്പാണ്. അതുകൊണ്ട് തടസ്സങ്ങളെയൊക്കെ അതിക്രമിക്കാനുള്ള കൗശലം നമുക്കുണ്ടാവുക. നമുക്ക് എവിടെ ഇരുന്നെന്താ ഇല്ലേ? അതുകൊണ്ട് ആര് തടസ്സപ്പെടുത്താനാ? ഡാൻസ് പഠിക്കണമല്ലോ, ഡാൻസ് വേണ്ടേ? അതെ, അതിനാദ്യം വേണ്ടത് ഈ അമ്മയ്ക്കും അച്ഛനുമാണ് ആദ്യം വേണ്ടത് പഠിപ്പ്. അവരാദ്യം മനസ്സിലാക്കണം, അതേ പറ്റൂ. കുട്ടികൾക്ക് താല്പര്യം ഉണ്ടാവും, കുട്ടികൾ വരുമൊക്കെ ചെയ്യും ഇല്ലേ? കുട്ടികൾ വരും, തീർച്ചയായിട്ടും വരും. ആദ്യം അമ്മയ്ക്കും അച്ഛനുമാണ് അതിൻ്റെ ബോധം വേണ്ടത്. നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ തീർത്തും അനാരോഗ്യകരമായ അസന്തുലിത ഭാവം ശക്തമായി നിലനിൽക്കുന്നത് നമ്മളൊക്കെ അറിയുകയാണ്. ഒന്നുകിൽ ഒരു മതവിശ്വാസിയും മതഗ്രന്ഥങ്ങൾ പഠിക്കരുത്, മതപഠനം ചെയ്യരുത്. ഒരു 18 വയസ്സായിട്ട് ഇഷ്ടമുള്ളത് പഠിച്ചോട്ടെ. അല്ലെങ്കിൽ എല്ലാവരും പഠിക്കണം എന്നങ്ങനെയാണോ സ്ഥിതി? അല്ല. ദിവസവും കുട്ടികൾ മദ്രസയിൽ പോവും, പോരെങ്കിൽ ദർസിലും പോവും. ദിവസവും കുട്ടികൾ പള്ളിയിൽ പോവും, ഞായറാഴ്ച സൺഡേ ക്ലാസ്സിൽ പോവും. ഹിന്ദു എന്ന് പറയുന്ന സാധനങ്ങൾ ഇത് അനാരോഗ്യകരമായ അസന്തുലിത ഭാവത്തെ ഉണ്ടാക്കുകയാണ്. മാറിയേ മതിയാവും. കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്, എങ്കിലും പോരാ, മതിയാവുന്നില്ല. വളരെ ഉത്സാഹിക്കുക ഓരോരുത്തരും. അവനവനാൽ കഴിയുന്ന രീതിയിൽ ധർമ്മപ്രബോധനം ചെയ്യാൻ ഓരോരുത്തരും പരിശ്രമിക്കുക. അതേ പറയാനുള്ളൂ. ഭഗവാനെ, ഇത് കുറേ ചോദ്യങ്ങളുണ്ട്. ഇതിൽ എഴുതിയത് തീരട്ടെ. അങ്ങനെ നിയമമൊന്നുമില്ല. അങ്ങനെ ഭരണഘടനയിൽ അങ്ങനത്തെ യാതൊന്നുമില്ല. ആകെ കൂടി ഒരു കരാറ് ഒപ്പിട്ടത് നാഗാലാൻഡിൽ ഹിന്ദു സന്യാസിമാർ പ്രവേശിക്കാൻ പാടില്ല എന്നൊരു കരാറുണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ മുഴുവൻ മാറ്റി ക്രിസ്ത്യാനിയാക്കിയത്. ഇന്ന് ആ കരാറൊന്നുമില്ല, അതിന് യാതൊരു തരത്തിൽപ്പെട്ട പ്രാബല്യവുമില്ല. ഭരണഘടന അനുസരിച്ച് മൈനോറിറ്റിക്ക് അവരുടെ മതപഠനത്തിനും അല്ലാത്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താനും മുൻഗണനയുണ്ട്, അവർക്ക് അനുകൂലതയുണ്ട്. ആ അനുകൂലത ഹിന്ദുക്കൾക്കില്ല എന്നുള്ളത് ശരിയാണ്. ആ ഭരണഘടനയിലെ വകുപ്പുകൾ തിരുത്തപ്പെടണം, തിരുത്തപ്പെട്ടേ മതിയാവൂ. അറിവിന് ആരാണ് ഉത്തമാധികാരി? ഒരു ഉത്തമാധികാരിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം? ഉത്തമാധികാരി ആരാ? അറിയണം എന്ന അദമ്യമായ ഇച്ഛയുള്ളവൻ. അതാണ് ഒന്നാമത് വേണ്ടത്. അറിയണം എന്ന അദമ്യമായ ഇച്ഛയാണ് ആദ്യം വേണ്ടത്. രണ്ടാമതായി അതിന് ശക്തമായ സജ്ജമായ അവസ്ഥ മനസ്സിനും ബുദ്ധിക്കും നേടിയെടുക്കണം. അത് നേടിയെടുക്കണമെങ്കിൽ അച്ചടക്കമുള്ളൊരു ജീവിതക്രമത്തിലൂടെ കടന്നുപോയി ഇന്ദ്രിയ മനോനിയന്ത്രണം ശീലിക്കണം. ഇന്ദ്രിയ മനോനിയന്ത്രണം ശീലിച്ചാൽ മാത്രമേ ശാസ്ത്രസ്വാധ്യായം സാധിക്കൂ. അപ്പോൾ ആദ്യം വേണ്ടത് അദമ്യമായ ഇച്ഛയാണ്. രണ്ടാമത് വേണ്ടത് ഇന്ദ്രിയ മനസ്സുകളെ നിയന്ത്രിക്കാനുള്ള ശേഷിയാണ്. അതോടൊപ്പം ആരിൽ നിന്ന് അറിവ് നേടാൻ ഇച്ഛിക്കുന്നുവോ പരിശ്രമിക്കുന്നുവോ അയാളിൽ ശ്രദ്ധ അനിവാര്യമാണ്. ശ്രദ്ധ എന്ന് പറയുമ്പോൾ ഗുരു ശാസ്ത്രവാക്യങ്ങളിലുള്ള സത്യത്വബുദ്ധിയാണ്. ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധ്യാവധാരണം
സാ ശ്രദ്ധാ കഥിതാ സദ്ഭി എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കുക. ഇത്രയുണ്ടെങ്കിൽ ഒരാൾ ഉത്തമാധികാരിയായിട്ട് പഠിക്കാം. ദശരഥൻ രാമനോട് പറഞ്ഞതും രാമൻ പിന്നീട് ഭരതനോട് പറഞ്ഞതുമായ കന്യാശുൽക്കം എന്താണെന്ന് വിശദീകരിക്കാമോ? വാൽമീകിയെ വിശദീകരിച്ചിട്ടില്ല, പിന്നെയല്ലേ നമ്മൾ വിശദീകരിക്കുന്നത്. വാൽമീകി ഗോപ്യമാക്കി വയ്ക്കുകയാണ്. എന്നാൽ അത് വരികൾക്കിടയിലൂടെ വായിച്ചാൽ ഇപ്രകാരമാണ്. ദശരഥൻ്റെ പട്ടമഹിഷി ആരായിരുന്നു? കൗസല്യാദേവി. പിന്നീട് ലോകൈക സുന്ദരിയായ കൈകേയിയെ കണ്ടപ്പോൾ ദശരഥന് വിവാഹം കഴിക്കണമെന്നുള്ള ആഗ്രഹമായി. സ്വാഭാവികമായിട്ടും കൈകേയിയുടെ അച്ഛൻ ചില മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടാവും. ഇവൾക്കുണ്ടാവുന്ന കുട്ടിക്ക് രാജ്യാധികാരം കൊടുക്കണം എന്നാവശ്യപ്പെട്ടുണ്ടാവും. ദശരഥൻ സമ്മതിച്ചിട്ടുണ്ടാവും. ഇത് ദശരഥനെ അലട്ടിയിരുന്നു എന്നുറപ്പാണ്. ഭരതനും ശത്രുഘ്നനും ഇല്ലാത്ത കാലം തന്നെ നോക്കിയിട്ട് രാമന് രാജ്യാഭിഷേകം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, സകല നാട്ടുകാരെയും വിളിക്കണം എന്ന് പറഞ്ഞപ്പോഴും ഭരതനെ വിളിക്കണം, ശത്രുഘ്നനെ വിളിക്കണം, യുധാജിത്തിനെ വിളിക്കണം എന്ന് ദശരഥൻ പറഞ്ഞിട്ടില്ല. ഇത്രയും പ്രധാനപ്പെട്ടൊരു സംഭവം നടക്കുമ്പോൾ ഭരതനെ വിളിക്കേണ്ടതല്ലേ? എങ്ങനെയെങ്കിലും ഈ വർത്തമാനമായിട്ടോ ഭരതൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ രാമൻ്റെ അഭിഷേകം മുടങ്ങില്ലേ? അതിനെക്കുറിച്ച് വ്യാകുലത ദശരഥൻ ഉണ്ടായിരുന്നില്ലേ? ഇതൊക്കെ വരികൾക്കിടയിലൂടെ അല്പം ദുർബുദ്ധിയോടുകൂടി വായിക്കുക കേട്ടോ. മതി ഇത്രയും വലിയൊരു മഹാകാര്യം നടക്കുമ്പോൾ, അല്ല സ്വാമി ദൂരെയാണ് സ്വാമി, എത്ര ദൂരമുണ്ട് ഇല്ലേ? കേകയെന്നൊക്കെ പറഞ്ഞാൽ വളരെ ദൂരെയല്ലേ? എന്നാൽ പിന്നെ അങ്ങനെയായിട്ട് പറയാൻ പറ്റുമോ? ആളെ പറഞ്ഞയച്ച് വരുത്തിച്ചിട്ടില്ലേ മുമ്പ്? ഇല്ല. അതിവേഗതയിൽ പോകുന്ന ദൂതന്മാർ പോയിട്ട് അവരെ വിളിച്ചു കൊണ്ടുവരണം എന്ന് പറഞ്ഞ് വരുത്തിച്ച സന്ദർഭമൊക്കെ മുമ്പുണ്ടായിട്ടുണ്ടല്ലോ. ഏത് വിവാഹത്തിന്? അത് കുറേ കൂടി ദൂരത്തേക്കാ, മിഥിലയിലേക്ക്. അത്രയ്ക്കൊന്നും ദൂരം വേണ്ടല്ലോ. ശ്രീ ശ്രീം എന്നിവ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞു തരാമോ? അത് ഇതിൽ തന്നെ ഉണ്ടല്ലോ വ്യത്യാസം. ചോദ്യത്തിലെ ഉത്തരമുണ്ട്. ശ്രീ എന്ന് പറഞ്ഞാൽ അതിൽ അനുസ്വാരം അനുനാസിക ഇല്ല. ശ്രീം എന്ന് പറഞ്ഞാൽ അതിൽ അനുസാരം അനുനാസിക ഉണ്ട്. അത് തന്നെ വ്യത്യാസം. അതിൽ കവിഞ്ഞൊന്നും അറിയില്ല. വ്യത്യാസം ഇതിൽ സ്പഷ്ടമാണ്. വിവസ്വാൻ ജ്ഞാനം ഉപദേശം മനു തന്നെയാണോ? മനുസ്മൃതിയുടെ കർത്താവായ മനു. ഭഗവാനെ, ഏറ്റവും ലളിതമായ ഉത്തരം അറിയില്ല എന്നുള്ളതാണ്. ആവാം, ആവാതിരിക്കാം, പറയാൻ വയ്യ. അറിയാത്ത വിഷയ. ആർക്കെങ്കിലും സൂചന ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ. അശോകശാസനം ഒന്ന് സ്വാമിജി സൂചിപ്പിച്ചത് എന്തിനെയാണ്? അശോകശാസനം എന്ന് സ്വാമിജി സൂചിപ്പിച്ചത് എന്തിനെയാണ്? അശോകശാസനം എന്ന് സൂചിപ്പിച്ചത് അഹിംസ പരമമായ ധർമ്മമാണ്. അതുകൊണ്ട് മേലിൽ രാജ്യം ആരാക്രമിച്ചാലും എന്തു ചെയ്താലും യുദ്ധം ചെയ്യില്ല എന്ന് ഇറക്കിയ ശാസനം അത് തന്നെ. ശത്രു ആക്രമിച്ച് വരുമ്പോൾ അടിച്ചോടിക്കണ്ടേ? അപ്പോൾ അഹിംസയും പറഞ്ഞിരുന്നാൽ പറ്റുമോ? അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ശൂന്യവാദം, ചാർവാകമതം എന്നിവയെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? ഇന്ന് കാണുന്ന നിരീശ്വരവാദത്തിന് ഇവയുടെ സ്വാധീനമുണ്ടോ? ഒന്നുമില്ല. ശൂന്യവാദം എന്ന് പറഞ്ഞാൽ സർവം ശൂന്യം എന്നുള്ള ബൗദ്ധരുടെ
വേദനിഷേധപരമായ സമീപനം സ്വീകരിച്ചതിലൂടെ വന്നു ചേർന്ന വാദമാണ്. സർവം ശൂന്യം, അധിഷ്ഠാനമായൊരു സദ്വസ്തുവെ അംഗീകരിക്കാത്ത, അധിഷ്ഠാനമായൊരു സദ്വസ്തു ഇല്ല എന്ന ആശയത്തെ പ്രസരിപ്പിച്ച അതാണ് ശൂന്യവാദം. ചാർവാകമതം എന്ന് പറഞ്ഞാൽ അത് ഈശ്വര നിഷേധപരമായ, കാണുന്നത് മാത്രം വിശ്വസിക്കുക എന്നുള്ള വാദത്തിൽ, പ്രത്യക്ഷവാദത്തിൽ അധിഷ്ഠിതമായ, അവർക്കൊരു പ്രമാണമേ ഉള്ളൂ, പ്രത്യക്ഷം മാത്രം, പ്രത്യക്ഷ പ്രമാണത്തെ മാത്രം അംഗീകരിക്കുന്ന, അതുകൊണ്ട് തന്നെ 4 ഭൂതങ്ങളെ മാത്രം അംഗീകരിക്കുന്ന, വായു, അഗ്നി, ജലം, ഭൂമി, പഞ്ചഭൂതങ്ങളില്ല അവർക്ക്, 4 ഭൂതങ്ങളേ ഉള്ളൂ, ആകാശമില്ല. വായു, അഗ്നി, ജലം, ഭൂമി എന്നീ 4 ഭൂതങ്ങളെ അംഗീകരിക്കുന്ന, ആത്മാ എന്നൊന്നില്ല. അപ്പോൾ ജീവൻ എന്ന പ്രതിഭാസമോ? ജീവൻ എന്ന പ്രതിഭാസം 4 ഭൂതങ്ങൾ ഒരു പ്രത്യേക ചേരുംപടി ചേർച്ചയിൽ ചേരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ശക്തിവിശേഷമാണ്. അത് ജനനത്തോടുകൂടി ആരംഭിക്കുന്നതും മരണത്തോടുകൂടി അവസാനിക്കുന്നതുമാണ് എന്നൊക്കെയുള്ള ആശയങ്ങളെ പ്രചരിപ്പിക്കുന്ന സിദ്ധാന്തമാണ് ചാർവാക മതം. നാല് ഭൂതങ്ങളെ അവർ അംഗീകരിക്കുന്നുള്ളൂ എന്നുള്ളതാണ് വിശേഷം. അവർ പ്രത്യക്ഷവാദികൾ. ഇന്ന് കാണുന്ന നിരീശ്വരവാദത്തിന് അവർ ചാർവാകൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത്രയ്ക്കൊക്കെ അങ്ങോട്ട് വാദം അവർ ചെയ്യുന്നുണ്ടോയെന്ന് തന്നെ സംശയമാണ്. നിരീശ്വരവാദികൾ കുറച്ച് സായിപ്പന്മാർ എഴുതിയ കുറച്ച് പുസ്തകങ്ങളെ പ്രമാണമാക്കിയിട്ട് ഈശ്വരൻ ഇല്ല എന്നങ്ങോട്ട് പറയാന്നല്ലാതെ ഒരു യുക്തിപൂർവമായ വിചാര പദ്ധതി പോലും അവർക്കുള്ളതായിട്ട് തോന്നിയിട്ടില്ല. അവരുമായിട്ടുള്ള അടുപ്പത്തിൽ യുക്തിപൂർവമായൊരു വിചാര പദ്ധതി പോലും ഇല്ലാത്തതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് കാണുന്ന നിരീശ്വരവാദത്തിന് അതൊന്നും ഉള്ളതായി തോന്നുന്നില്ല. നിരീശ്വരവാദികളായിട്ട് സംസാരിക്കുന്ന സമയത്ത് പൊതുവെ അവർ വിഹ്വലരാണ്, മുഗ്ധരാണ്. അവർ പറയുന്ന ആശയത്തിൽ തന്നെ മോഹിതരായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഒരുപാട് പേരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ പറയുന്ന വിഷയത്തിന് അവർക്ക് ഉറപ്പില്ല. കാരണം അവർ ഈശ്വരനില്ല എന്ന് പറയുന്നു. ഈശ്വരനില്ലാത്ത അങ്ങനെ വിളിച്ചു പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലയെന്ന് പറഞ്ഞാൽ പോരെ. ഇല്ലാത്തൊന്നിനെ ഇല്ലയെന്ന് എന്തിനാ സമർത്ഥിക്കാൻ ഇത്ര പെടാപ്പാട് പെടുന്നത്? ഇല്ലയെന്ന് ഉറപ്പുണ്ടെങ്കിൽ അവിടെ ഇല്ലയെന്നാണ് നിശ്ചയിച്ചിരുന്നാൽ പോരെ, ഇല്ലേ? ഇല്ലയെന്ന് ഉറപ്പുണ്ടെങ്കിൽ ഇല്ലാത്തൊന്നിനെ ഇല്ലയെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഊർജ്ജം നശിപ്പിക്കണം എന്തിനാ? അതുപോലെ ഈശ്വരവിശ്വാസികൾ എന്ന് പറയുന്ന കൂട്ടർ ഉണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഉണ്ട് എന്ന് വാദിച്ച് പോകണമെന്തിനാ? ഉണ്ടാണ്ടിരുന്നാൽ പോരെ. രണ്ട് കൂട്ടരും ഒരേ തെറ്റാ ചെയ്യുന്നത്. ഈശ്വരൻ ഉണ്ടെന്ന് പറയുന്നവരും ഈശ്വരൻ ഇല്ല എന്ന് പറയുന്നവരും ഒരേ തെറ്റാ ചെയ്യണത്. ഈശ്വരനേ ഉള്ളൂ, ഉള്ളതെന്തോ അത് ഈശ്വരൻ. ഒരു നിമിഷം കൊണ്ടുവരാം. സനാതനധർമ്മത്തെ ശാസ്ത്രമായി കണക്കാക്കാമോ? എന്തുകൊണ്ട്? സനാതനധർമ്മത്തെ ശാസ്ത്രമായി കണക്കാക്കാൻ പറ്റില്ല. സനാതനധർമ്മത്തെ ശാസ്ത്രീയമായി കണക്കാക്കാം. വ്യത്യാസം മനസ്സിലായി വിചാരിക്കുക. ശാസ്ത്രമല്ലല്ലോ ധർമ്മം, ശാസ്ത്രാനുസൃതമാണ് ധർമ്മം. അതുകൊണ്ട് ശാസ്ത്രീയമാണ് സനാതനധർമ്മം എന്ന് പറയാം, ശാസ്ത്രമല്ല. വ്യക്തമായില്ലേ? ചിലർക്ക് മനസ്സിലായിട്ടില്ലല്ലോ ഭഗവാനെ. സനാതനധർമ്മം എന്ന് പറഞ്ഞാൽ ശാസ്ത്രമല്ല, ശാസ്ത്രീയമാണ്, ശാസ്ത്രാനുസൃതമാണ്. ധർമ്മം ഒരിക്കലും ശാസ്ത്രാവില്ല. ശാസ്ത്രാനുസൃതമായ വ്യവസ്ഥയാണ് ധർമ്മം. ഒരു ശക്തൻ്റെ സഹിഷ്ണുതയും ദുർബലൻ്റെ സഹിഷ്ണുതയും തമ്മിൽ എങ്ങനെ തിരിച്ചറിയാം? ദുർബലൻ്റെത് സഹിഷ്ണുതയല്ലല്ലോ, ദുർബലൻ്റെത് കഴിവുകേടല്ലേ. ശക്തൻ സഹിച്ചാൽ അത് സഹിഷ്ണുതയാണ്,
ശക്തൻ ക്ഷമിച്ചാൽ അത് ക്ഷമയാണ്, ദുർബലൻ ക്ഷമിച്ചാൽ അത് ദൗർബല്യമാണ്. ഞാൻ പേടിക്കൊടലെന്നാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒരു പ്രശ്നം വന്നു, പറച്ചില്ല ഞാൻ കുറയ്ക്കില്ല, ഞാനുണ്ടല്ലോ വേണ്ടാന്ന് വിചാരിച്ചിട്ടാ. എന്ത് വേണ്ടാന്ന് വിചാരിച്ചിട്ട്? എല്ലാ കരുത്തുമുണ്ട്, എല്ലാ കഴിവുമുണ്ട്, എല്ലാ ശക്തിയുമുണ്ട്, എന്നിട്ട് സഹിച്ചു പറഞ്ഞാൽ അത് സഹിഷ്ണുതയാണെന്നോ ക്ഷമയാണെന്നോ ഒക്കെ പറയാം. അല്ലാണ്ട് സ്വയമേവ കഴിവില്ലാത്തവൻ എന്ത് ക്ഷമ ഉണ്ടാവാനാ? അത് കഴിവുകേടാണ്, ദൗർബല്യമാണ്. പക്ഷെ നമ്മുടെ പ്രശ്നം പലപ്പോഴും ഇത് രണ്ടും ഒന്നാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അവിടെയാണ് പ്രശ്നം. ശരി, നിധിധ്യാസനവും തമ്മിലുള്ള വ്യത്യാസം പറയാമോ? ശ്രവണം ശാസ്ത്രീയമായി ശ്രദ്ധയോടുകൂടി യുക്തിപൂർവം ഗുരുവിൽ നിന്ന് ശ്രവിക്കുന്നതാണ്, കേൾക്കുന്നതാണ്. കേട്ടതിനെ സംബന്ധിച്ച് യുക്തിപൂർവം വിചാരം ചെയ്യുന്നതാണ് മനനം. അങ്ങനെ യുക്തിപൂർവം വിചാരം ചെയ്യുമ്പോൾ ഒട്ടനവധി ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. അപ്പോൾ നമ്മൾ വീണ്ടും ശ്രവണവും മനനവും ചെയ്യും. വീണ്ടും ചോദ്യങ്ങൾ വരും, വീണ്ടും ശ്രവണവും മനനവും ചെയ്യും. അങ്ങനെ ഒരു വേള ചോദ്യങ്ങൾ പെരുകും. എന്നാൽ ശ്രവണ മനനങ്ങളെ നിരന്തരം ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു സംശയവുമില്ല, ക്രമേണ ചോദ്യങ്ങൾ കുറഞ്ഞ് 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 നമ്മുടെ ഉള്ളിൽ വ്യക്തത വരും. അങ്ങനെ സുവ്യക്തമായ അന്ധഃകരണം ഏകതത്വത്തിൽ, ഗുരുപദിഷ്ടമായ തത്വത്തിൽ ഉറച്ചിരുന്നാൽ, അചലമായി ഉറച്ചിരുന്നാൽ, കാറ്റില്ലാത്തടത്ത ദീപം പോലെ ഉറച്ചിരുന്നാൽ അത് നിധിധ്യാസം എന്ന അവസ്ഥയാണ്. ശ്രവണ മനനങ്ങളിലൂടെ എത്തിച്ചേരുന്ന തലമാണ് നിധിധ്യാസം എന്ന് മനസ്സിലാക്കുക. ഇവിടെ 4-ാം വിഭാഗത്തിൻ്റെ ചില പ്രശ്നങ്ങളും 5-ാം വിഭാഗത്തിൻ്റെ മുഴുവനും നാളത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. സമയനിഷ്ഠ മുഖ്യമാണല്ലോ, അതുകൊണ്ട്. ശരി, തൽക്കാലം ഇന്ന് ഉപസംഹരിക്കാം.